Good afternoon. Good afternoon. Good afternoon. Good afternoon. ഇന്നലെ എടുത്ത് വായിച്ചു വെക്കില്ലേ? വായിച്ചു നോക്കി. ഓക്കെ. നോട്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ചാപ്റ്ററിന്റെയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിരുന്നോ നിങ്ങള്? ഇന്നാണോ ഇട്ടിരുന്നത്? ഇന്നലെയാണോ? അല്ല, മുന്നേ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാം. ഞാൻ നോട്ട്സില് അതെ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ ഫോൾഡർ ആയിട്ടാണ് ഇട്ടിക്കണത്. ഇന്നലെ ആരോ പറഞ്ഞിരുന്നു നോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് ചാപ്റ്റേഴ്സ് പക്ഷേങ്കിൽ ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. ലാക്സേറ്റി രണ്ടാമത്തെ ചാപ്റ്റർ ഇങ്ങനെ വലിയൊരു ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. വലിയ നോട്ടായിട്ട് എല്ലാ ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇന്നലെ ആരും നോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി ക്ലാസ്സിലെ. എന്താണ്? ഇന്നലെ നോട്ട് കിട്ടിയിട്ടുണ്ടായില്ല പറഞ്ഞു ആരോ. അർച്ചിതയാ പറഞ്ഞ. അത് ഒന്ന് നോക്കിയാൽ മതിട്ടാ. ഫസ്റ്റ് പേജിന് ഞങ്ങൾക്ക് ഫസ്റ്റ് നോട്ട് തന്നിട്ടുള്ളപ്പോ ആദ്യത്തെ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് PDF ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നു. എനിക്കറിയത്തില്ല. ഇല്ല ചിന്നി ഇങ്ങനെ എഴുതിയെടുത്താലും മതി. നമ്മൾ ഓർഡർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ എല്ലാ നോട്ടും കയ്യിലുണ്ടായാൽ മതി. അല്ലാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞാൽ മതി. അല്ല, ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. 12 ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. 12 ടൈപ്പ് എന്നുവെച്ചാൽ 12 നോക്കിയായിരുന്നു. 20 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല ഒരു ഇതില് 10 അങ്ങനെ 12 എന്താ പറയാ 12 സെറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? സെറ്റ്. അതെ, 12 സെറ്റ്. അതിൽ 10 വീതം. ഓക്കെ. നമ്മള് മൂന്നാമത്തെ സെറ്റ് മുതൽ എന്താടാ 13 മുതൽ ഫാർമക്കോളജി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 വരെ ഉള്ളൂ അല്ലേ? 12 വരെ ഉള്ളൂ. 12 വരെയാണ് കോഗ്നസിയുടെ. കുറച്ചേ ഉള്ളൂ. നമ്മുടെ 12 ദിവസം കൊണ്ട് നമ്മുടെ 2 ആഴ്ച കൊണ്ട് നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കോഗ്നോസി സ്റ്റാർട്ടിങ്ങില്. 2 ആഴ്ച വേണ്ടി വന്നിട്ട്. പെന്നഡ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഇനി ജിഞ്ചറാണ് നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ക്ലാസ്സിലധികം ആരും കാണുന്നില്ല അല്ലെ? ഒത്തിരി പേര് കാണുന്നില്ല. ഒന്നാമത് പിന്നെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തവര് പിന്നെ അത് കേട്ടിട്ട് പിന്നെ പഠിച്ചു തുടങ്ങാന്ന് വിചാരിച്ചിട്ടായിരിക്കും. അറിയത്തില്ല. നമുക്ക് ജിഞ്ചർ നോക്കാം. സിനോണിം വരുന്നത് സിഞ്ചിബർ, സിഞ്ചിബറീസ്. ഓക്കെ, 2 സിനോണിമാണ് വരുന്നത്. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഇഞ്ചിയാണ് അല്ലെ? ഇഞ്ചിക്കാണ് നമ്മൾ ജിഞ്ചർ എന്ന് പറയാം. ജിഞ്ചറിന്റെ സിനോണിം വരുന്നത് സിഞ്ചിബർ, സിഞ്ചിബറീസ്. അങ്ങനെ 2 സിനോണിമാണ് വരുന്നത്. ഓക്കെ, സിഞ്ചിബർ, സിഞ്ചിബറീസ്. ഓക്കെ, ഇനി ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ജിഞ്ചർ കൺസിസ്റ്റ് ഓഫ് റൈസോംസ് ഓഫ് സിഞ്ചിബർ ഒഫിഷ്യനാലി. ഫെനൽ നോക്കിയില്ലായിരുന്നു ഇന്നലെ. കൊറിയൻഡർ വരെ നോക്കി. കൊറിയൻഡർ വരെയാണ് നോക്കിയിട്ടുള്ളത് ഇന്നലെ. ഇരുന്നില്ല. ചെറിയൊരു കേർവ്ഡ് ആണ്, സ്ട്രൈറ്റ് ഓർ കേർവ്ഡ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മ. ഓക്കെ, നോക്കാം ഒന്നും കൂടി. എന്നാ ഫെനൽ നോക്കാം നമുക്ക്.
ഓക്കെ. ഫെന്നലിന്റെ സിനോണിം വരുന്നത് ഫെന്നൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രക്ടസ് ഫോണിക്കുലം, അങ്ങനെ 2 പേരാണ് വരുന്നത്. ഓക്കെ, ഫ്രക്ടസ് ഫോണിക്കുലം. ഓക്കെ, ഫ്രക്ടസ് ഫോണിക്കുലം അല്ലെങ്കിൽ ഫെന്നൽ ഫ്രൂട്ട് എന്നാണ് ഫെന്നലിന്റെ സിനോണിം വരുന്നത്. ഫെന്നൽ വെച്ചാൽ പെരുംജീരകമാണ് അല്ലേ. ഓക്കെ, സിനോണിം വരുന്നത് എന്താണ്? ഫെന്നൽ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രക്ടസ് ഫോണിക്കുലം എന്നാണ് അതിന്റെ പേര് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. ഫെന്നൽ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് നോൺ ആസ് ഫോണിക്കുലം വൾഗാരെ ബിലോങ്ങിങ് ടു ദി ഫാമിലി അംബലിഫറെ. ഫാമിലി വരുന്നത് ഏതാണ്? അംബലിഫറെ ആണ് ഫാമിലി വരുന്നത്. വെറൈറ്റി പ്ലാന്റിന്റെ പേര് വരുന്നത് ഫോണിക്കുലം വൾഗാരെ. ഓക്കെ, ഫോണിക്കുലം വൾഗാരെ. ഈ ഫോണിക്കുലം വൾഗാരെ ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ജീരകമാണ് അല്ലേ. ഫ്രൂട്ട്, അതായത് ഫ്രൂട്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ റൈപ്പ് ഫ്രൂട്ട് ആണ് കേട്ടോ. റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാകമായ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ജീരകം എന്ന് പറയുന്നത് ഫോണിക്കുലം വൾഗാരെ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ചെടിയുടെ എന്താണ്? ഫ്രൂട്ടാണ് അല്ലേ. ഫ്രൂട്ടിനെ നമ്മൾ പാകമാവുമ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഉണക്കും. ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് അംബലിഫറെ ആണ്. ഫാമിലി വരുന്നത് അംബലിഫറെ. ഫോണിക്കുലം വൾഗാരെ. വെറൈറ്റിയുടെ പേര് കിട്ടിയില്ലേ? ഓക്കെ. ഫെന്നൽ അതായത് ഫെന്നൽ ഏതാണ്? നമ്മൾ ഫ്രൂട്ടാണ് അല്ലേ. ഫ്രൂട്ട് പാകമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് വെറൈറ്റി പ്ലാന്റിന്റെ പേര് വരുന്നത് വെച്ചാൽ ഫോണിക്കുലം വൾഗാരെ ആണ്. വൾഗാരെ ബിലോങ്ങിങ് ടു ദി ഫാമിലി ഏതാ വരുന്നത്? അംബലിഫറെ ഫാമിലി ആണ് വരുന്നത്. ഓക്കെ, ഇനി ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് അല്ലേ, അത് കാണാൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. കളർ വരുന്നത് ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. കളർ ഏതാ വരുന്നത്? ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് അല്ലേ. നമ്മൾ ആദ്യം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏത് കളർ ഉണ്ടാവുക? ആദ്യം നമ്മൾ അത് ഉണക്കി കഴിഞ്ഞാലാണ് ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറായിട്ട് മാറുന്നത് അല്ലേ, ഉണങ്ങണ സമയത്ത് അല്ലേ. ഫസ്റ്റ് എന്താ? അത് ഗ്രീൻ കളറാണ്. പിന്നെ ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. യെല്ലോയിഷ് ബ്രൗൺ കളർ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് സ്വീറ്റ് ആരോമാറ്റിക് ആണ്. ഓക്കെ, സ്വീറ്റ് ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരത്തോട് കൂടിയത്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുള്ള, നമുക്ക് ചവയ്ക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, അതിന് നല്ല സ്മെല്ലുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ആരോമാറ്റിക് തന്നെയാണ്. പിന്നെ ജസ്റ്റ് മ്യൂസിലേജിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു പച്ചപ്പുണ്ട്. ഓക്കെ, സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, മ്യൂസിലേജിനസ് ആണ്. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് ആരോമാറ്റിക്, നല്ല സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്. നല്ല സ്മെല്ലുണ്ടെങ്കിലും കൂടി എന്താണ്? ഒരു പച്ചപ്പുള്ള ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. പിന്നെ ഷേപ്പ് പറയുന്നത് സ്ട്രൈറ്റ്, ഒന്നിക്ക സ്ട്രൈറ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ? നേരിയ തോതിൽ വളവുണ്ടായിരിക്കാം, കേർവ്ഡ് ആയിരിക്കാം. അതാണ് പറയുന്നത് സ്ട്രൈറ്റ് ഓർ സ്ലൈറ്റ്ലി കേർവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ക്ലിയർ അല്ലേ? ഫസ്റ്റ് കളർ പറയുന്നത് ഗ്രീൻ ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് ആരോമാറ്റിക് ആണ്, നല്ല മണമുണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പച്ചപ്പ് ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിരിക്കാം, നേരെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ തോതിൽ നേരിയ തോതിൽ എന്തുണ്ടായിരിക്കാം? വളവുണ്ടായിരിക്കാം. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് പറയുന്നത്? വോളട്ടൈൽ ഓയിൽ, പ്രോട്ടീൻ, ഫിക്സ്ഡ് ഓയിൽ, ഫെങ്കോൺ, ഫിനോളിക് ഈതർ, അനിഡോൾ, ഫെല്ലാൻഡ്രിൻ. എന്താണ് വായിക്കാം? ഫെല്ലാൻഡ്രിൻ. ലിമോണിൻ. പിന്നെ മീഥൈൽ കാവിക്കോൾ, അനിസിക് ആൽഡിഹൈഡ്. ഓക്കെ, ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. ഫെന്നലിന്റെ ഏതൊക്കെയാണ് വരുന്നത്? വോളട്ടൈൽ ഓയിൽ, പ്രോട്ടീൻ, ഫിക്സ്ഡ് ഓയിൽ, ഫെങ്കോൺ. എന്താ വായിക്കാം? ഫെങ്കോൺ, ഫിനോളിക് ഈതർ, അനിഡോൾ, ഫെല്ലാൻഡ്രിൻ, ലിമോണിൻ, മീഥൈൽ കാവിക്കോൾ, അനിസിക് ആൽഡിഹൈഡ്. കിട്ടിയില്ലേ പേര്? പിന്നെ നെക്സ്റ്റ് ഇതിന്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. ഒരുവിധം എല്ലാതും ഒരേ ക്ലാസ്സിൽ വരുന്ന ഒരുവിധം എല്ലാ ഡ്രഗും ഒരേ യൂസ് തന്നെയാണ് വരുന്നത് അല്ലേ. കാർമിനേറ്റീവ് ആണ്, നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്.
ആരോമാറ്റിക് സ്റ്റിമുലന്റ് എന്തിന് ആണ്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈജഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈജഷൻ ആയിട്ട്. കാർമിനേറ്റീവ്സ് അല്ലേ. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ നല്ല സ്മെല്ലുണ്ട്. സ്മെൽ സ്റ്റിമുലന്റ് കിട്ടാൻ എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉത്തേജിക്കും. ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചുമയ്ക്ക് ചെടിക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലേവറിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ടേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കൊടുക്കും. ഫ്ലേവറിങ് അല്ലേ. കാർമിനേറ്റീവ് എന്താ പറഞ്ഞാൽ നമ്മള് ഡൈജഷനൊക്കെ വേണ്ടി ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. ആരോമാറ്റിക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉത്തേജനത്തിന് വേണ്ടിയിട്ട് അല്ലേ. ഉത്തേജിക്കും. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മൂന്നാമത്തെ യൂസ്ഡിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റിമുലന്റ് എന്നാണ് കേട്ടോ. യൂസ്ഡ് ആസ് സ്റ്റിമുലന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് നാലാമത്തേലും ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എക്സ്പെക്ടോറന്റ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എക്സ്പെക്ടോറന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്ലേവറിംഗ് ഏജന്റ്. ഫ്ലേവറിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കാർമിനേറ്റീവ് ആണ്, ആരോമാറ്റിക് ആണ്, സ്റ്റിമുലന്റ് ആണ്, എക്സ്പെക്ടോറന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. ഈ 5 പോയിന്റ് ക്ലിയർ അല്ലേ? അർത്ഥം അറിയാത്തതൊന്നുമില്ലല്ലോ. ക്ലിയർ. ഇല്ല ഇല്ല. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ജിഞ്ചർ ആണ് അല്ലേ. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണെന്ന് നമുക്കറിയാം. ഓക്കെ. സിനോണിം വരുന്നത് സിഞ്ചിബർ അല്ലെങ്കിൽ സിഞ്ചിബെറീസ്. സിഞ്ചിബർ അല്ലെങ്കിൽ സിഞ്ചിബെറീസ് എന്നാണ് വരുന്നത്. സിനോണിം വരുന്നത് സിഞ്ചിബർ അല്ലെങ്കിൽ സിഞ്ചിബെറീസ് എന്നാണ് വരുന്നത് സിനോണിം. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ജിഞ്ചർ കൺസിസ്റ്റ് ഓഫ് ട്രൈസോംസ് ഓഫ് സിഞ്ചിബർ ഒഫിഷ്യനാലിസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി സിഞ്ചിബെറാസിയെ. അതായത് സിഞ്ചിബർ ഒഫിഷ്യനാലിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട ചെടിയുടെ റൈസോംസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. റൈസോംസ് എന്താ, ആ മുള നമ്മളൊക്കെ അറിയാം അല്ലെ. ഇഞ്ചി ഇങ്ങനെ മുളച്ച് സ്പ്രെഡ് ആയിട്ട് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. ആ മുളയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് സിഞ്ചിബെറാസിയാണ്. ഫാമിലി ഏതാ വരുന്നത്, സിഞ്ചിബെറാസി. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ജിഞ്ചർ നമ്മൾ കൺസിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജിഞ്ചറിന്റെ ഏത് ഭാഗമാണ്, റൈസോംസ് ആണ് അല്ലെ. റൈസോംസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് വെറൈറ്റിയാണ് പറഞ്ഞത്, സിഞ്ചിബർ ഒഫിഷ്യനാലിസ്. എന്താണ് സിഞ്ചിബർ ഒഫിഷ്യനാലിസ്. സിഞ്ചിബർ ഒഫിഷ്യനാലിസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇനത്തിൽപ്പെട്ട ജിഞ്ചറിന്റെ റൈസോംസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി ഏതാ വരുന്നത്, സിഞ്ചിബെറാസിയെ. ഫാമിലി വരുന്നത് സിഞ്ചിബെറാസിയെ. ഓക്കെ, ഫാമിലി സിഞ്ചിബെറാസിയെ. സിനോണിം വരുന്നത് സിഞ്ചിബെറീസ്. ഓക്കെ, ഈ ജിഞ്ചറിന്റെ റൈസോംസ് അല്ലെ ഏത് ഇനത്തിൽപ്പെട്ട ചെടിയാണ്, സിഞ്ചിബർ ഒഫിഷ്യനാലിസ് എന്ന് പറഞ്ഞ വെറൈറ്റി ജിഞ്ചറിന്റെ റൈസോംസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് സിഞ്ചിബെറാസിയെ. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. കളർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റേണലി ബഫ് കളർ ആണ്, ഒരു മങ്ങിയ കളറാണ്. ലെഞ്ചിയുടെ കളർ എന്ന് പറയുന്നത് മങ്ങിയ ഒരു കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണമാണ് അല്ലെ. മണം എന്ന് പറഞ്ഞാൽ എന്താ, അഗ്രിയബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്, നല്ല സ്മെല്ലുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, അഗ്രിയബിൾ ആൻഡ് ആരോമാറ്റിക് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണുള്ളത്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് അഗ്രിയബിൾ ആൻഡ് പഞ്ചന്റ്. ഓക്കെ, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെങ്കിൽ ഒരു പഞ്ചന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലെ, അതാണ് പറയുന്നത്. അഗ്രിയബിൾ ആണ് എങ്കിലും കൂടി എന്താണ്, ഒരു പഞ്ചന്റ് ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ സൈസ് ആണ് നമ്മൾ പറയുന്നത്. സൈസ് എത്രയാ പറയുന്നത്, റൈസോംസ് ഓഫ് ജിഞ്ചർ. ജിഞ്ചറിന്റെ റൈസോംസ് ഏകദേശം എത്രയാണ്, 5 to 15 ഇൻറ്റു എത്രയാണ്, 1.5 to 6.5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് ഒന്നും ചോദിക്കില്ല, സൈസ് ചോദിക്കില്ല കേട്ടോ എക്സാമിന്, കാരണം കുറച്ച് ലെങ്തി ആണ് അല്ലേ. റൈസോംസ് ഓഫ് ജിഞ്ചറിന്റെ റൈസോംസ് പറയുന്നത് എത്രയാ, 5 to 15 ഇൻറ്റു പിന്നെന്താ പറയുന്നത് 1.5 to 6.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ലെങ്ത്തും ഇതും വിഡ്ത്തൊക്കെ നോക്കിയിട്ടാണ് അവ പറയുന്നത് കേട്ടോ, സെന്റിമീറ്റർ. അപ്പോൾ അതങ്ങനെ ചോദിക്കില്ല. ഓക്കെ, ഏകദേശം എത്ര പറയുന്നത്, 5 to 15 ഇൻറ്റു 1.5 to 6.5 സെന്റിമീറ്റർ ആണ് റൈസോംസിന്റെ സൈസ് വരുന്നത്. ഓക്കെ, ഷേപ്പ് വരുന്നത് എന്താണ്, റൈസോംസ് ഓഫ് ലാറ്ററലി കംപ്രസ്ഡ് ബിയേർഡ് ഷോർട്ട് ഫ്ലാറ്റ് ഒവേറ്റ് ആൻഡ് ഒബ്ലിക് ബ്രാഞ്ചസ്. അതായത് ഇങ്ങനെ ചില്ലകളോട് കൂടിയിട്ട് ഇങ്ങനെ നീണ്ടു പോയിണ്ടാവും അല്ലെ. ഷേപ്പ് എന്ന് പറയുന്നതിന്റെ
റൈസോംസ് എന്താണ് ലാറ്ററലി കംപ്രസ്ഡ് ബിയറിംഗ് ഷോർട്ട് ഫ്ലാറ്റ്, ചെറിയ ചെറിയ മുഴകൾ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വരും അല്ലേ. പിന്നെന്താണ് അതിന്റെ തെറ്റ് ഭാഗം എന്താ വരുന്നത്, ഒരു ഓവേറ്റ് ഷേപ്പിലാണ് വരുന്നത്, ഒബ്ലിക് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഷേപ്പ് ഒന്നും ചോദിക്കില്ല. ഓക്കെ, പിന്നെ അതിന്റെ ഫ്രാക്ചർ പഠിക്കണ്ട. ഇതിന്റെ ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കാന്ന് വെച്ചാല് ഇഞ്ചിയുടെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ സിനോണിം ചോദിക്കാം, പിന്നെന്താണ് വെറൈറ്റി ചോദിക്കാം, പിന്നെ അതിന്റെ ഫാമിലി ചോദിക്കാം, പിന്നെ ഏതെങ്കിലും കെമിക്കൽ കോൺസ്റ്റന്റ് തന്നിട്ട് പിന്നെ ഇതിലുള്ള ഒരു കെമിക്കൽ കോൺസ്റ്റന്റും പിന്നെ വേറെ കുറച്ച് കെമിക്കൽ കോൺസ്റ്റന്റും തന്നിട്ട് ഇതില് ജിഞ്ചറിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇത്രയാണ് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ വരുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ എന്താ കളർ പറയുന്നത്, പുറമെ നോക്കുമ്പോൾ എക്സ്റ്റേണലി ഒരു മങ്ങിയ കളറാണ്, ബഫ് കളറാണ് വരുന്നത് അല്ലേ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ അഗ്രിയബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്, ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. ടേസ്റ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല, യോജിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആണുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചന്റ്, ഒരു കുത്തണ ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. പിന്നെന്താ പറയുന്നത്, റൈസോംസ്, ജിഞ്ചറിന്റെ റൈസോംസ് പറയുന്നത് ഏകദേശം 5 to 15 into 1.5 to 6.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് ആണെങ്കിൽ എന്താ റൈസോംസ് ലാറ്ററലി കംപ്രസ്ഡ് ബിയറിംഗ് ഒരു ചെറിയ ചെറിയ ഷോർട്ട് ഫ്ലാറ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത് ഓവേറ്റ് ഷേപ്പ് ആയിരിക്കും. പിന്നെന്താണ് അതിന്റെ ഒബ്ലീക് ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് ഈ ലാറ്ററലി കംപ്രസ്ഡ് ബിയറിംഗ് ഷോർട്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഇഞ്ചിയുടെ മുകളിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ കുറച്ച് കളർ കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള ഇങ്ങനെ ലാറ്ററി കംപ്രസ്ഡ് ബിയറിംഗ് ഫ്ലാറ്റ് ഷോർട്ട്. ഓക്കെ, പിന്നെന്താണ് ഓവേറ്റ് ഷേപ്പ് ആണ്, അതിന്റെ ഇങ്ങനെ മുളച്ച് വരുന്ന ആ ഭാഗത്ത് ഓവേറ്റ് ഷേപ്പ് ആണ് വരുന്നത്. എന്നിട്ട് അത് ബ്രാഞ്ചസ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റന്റ്സ് ആണ്. കെമിക്കൽ കോൺസ്റ്റന്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതിൽ ജിഞ്ചറോളും ശരിയാണെങ്കിൽ ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ സിഞ്ചിബറിനും ജിഞ്ചറോളാണ് ചോദിക്കുക. കെമിക്കൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടാണ് ചോദിക്കുക. ഓക്കെ, വോളട്ടൈൽ ഓയിലും സ്റ്റാർച്ചൊക്കെ ഒരുവിധം എല്ലാത്തിലും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഓക്കെ, കെമിക്കൽ കോൺസ്റ്റന്റിൽ വരുന്നത് വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, സിഞ്ചിബെറിൻ, ജിഞ്ചറോൾ. കിട്ടിയില്ലേ കെമിക്കൽ കോൺസ്റ്റന്റ്? വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, സ്റ്റാർച്ച് വരുന്നുണ്ട്, സിഞ്ചിബെറിൻ വരുന്നുണ്ട്, ജിഞ്ചറോൾ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസസ് ആണ്. യൂസസിൽ എന്താ നമ്മൾ ഈ നേരത്തെ പറഞ്ഞൊക്കെ ഇനി വീണ്ടും പറയുന്നത് അല്ലേ. കാർബണേറ്റീവ് ആണ്, ആരോമാറ്റിക് ആണ്, സ്റ്റിമുലന്റ് ആണ്, ഫേവറിങ് ഏജന്റ് ആണ്. പിന്നെ ഇതിൽ എന്തും കൂടി പറയുന്നുണ്ട് സ്റ്റൊമാറ്റിക് ആണ്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അതായത് ദഹനത്തിനൊക്കെ ഇഞ്ചി നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. ഓക്കെ, വയറുവേദന വരുന്ന എന്താ ശരിക്കും ദഹിക്കാണ്ട് വരുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് വയറുവേദന ഉണ്ടാവുന്ന സമയമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, ഇഞ്ചി കൊടുക്കാം. ഓക്കെ, ഇഞ്ചി നീര് പിഴിഞ്ഞിട്ട് കൊടുക്കാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജിഞ്ചർ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ. ഇതിന്റെ ജിഞ്ചറിന്റെ ഓയിൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മൗത്ത് വാഷ് ഉണ്ടാക്കാനും ബിവറേജസിൽ. ബിവറേജസ് എന്ന് പറഞ്ഞാൽ എന്താ, കുടിക്കാൻ ഉപയോഗിക്കുന്ന ലിക്കേഴ്സ് ഒക്കെ എന്താണ് ബിവറേജസ് ആണ് അല്ലേ. ആൻഡ് ലിക്കേഴ്സിലും ബിവറേജസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഓയിൽ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മൗത്ത് വാഷസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലിക്കേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിന്നമൺ ആണ് പഠിക്കാനുള്ളത്. സിന്നമൺ എന്താണെന്ന് അറിയില്ലേ? സിന്നമൺ എന്താ? കറുവപ്പട്ടയാണ്. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രക്ടസ് ഫോണിക്കുലം ഈസ് ദ സിനോണിം ഓഫ് ഡാഷ്. ഫ്രക്ടസ് ഫോണിക്കുലം എന്തിന്റെ സിനോണിം ആണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം, ജിഞ്ചർ, കൊറിയാണ്ടർ, ഫെന്നൽ, സിന്നമൺ. ഏതിന്റെയാണ്? ഫെന്നൽ. ഓക്കെ, വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഫെന്നൽ? ഫെന്നലിന്റെ ഫാമിലി ഏതാ വരുന്നത്? ഫെന്നലിന്റെ ഫാമിലി ആണ് അല്ലേ. കുറച്ച് അമ്പലിഫറ ഫെന്നൽ മാത്രല്ലേ, ഏതൊക്കെയുണ്ട് അമ്പലിഫറയില്? കൊറിയാണ്ടർ വരുന്നുണ്ട് അമ്പലിഫറയാണ്.
ഇനിയുണ്ട്, ഒത്തിരി ഉണ്ട്. ഉണ്ട്. ഈ കാർമിനേറ്റ് ഒരുവിധമൊക്കെ അമ്പലിഫറ ഫാമിലി തന്നെയാണ് വരുന്നത്. ആ അതെ. നമ്മൾ എന്തിലോ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ ഇതിലെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അമ്പലിഫറ. അമ്പലിഫറ ഇതിലുള്ളതൊക്കെ നല്ല സ്മെല്ലുള്ളതാണെന്ന് നമ്മൾ സ്മെല്ലുണ്ട്. പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അമ്പലിഫറ. കൊറിയാണ്ടർ അമ്പലിഫറയാണ്. പെന്നൽ അമ്പലിഫറയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിന്നമൺ ആണ് അല്ലേ? സിന്നമണിന്റെ സിനോണിം വരുന്നത്, സിന്നമൺ എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയാണ് നമുക്കറിയാം അല്ലേ? സിന്നമണിന്റെ സിനോണിം വരുന്നത് സിന്നമൺ ബാർക്ക് എന്നാണ് വരുന്നത്. സിന്നമൺ ബാർക്ക് ബയോളജിക്കൽ സോഴ്സ് വരുന്നത് സിന്നമൺ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഇന്നർ ബാർക്ക് ഓഫ് സിന്നമോമം സൈലാനിക്കം ബിലോങ്ങിങ് ടു ദി ഫാമിലി ലൊറാസിയെ. ഓക്കെ, സിന്നമൺ കൺസിസ്റ്റ് ചെയ്ത് സിന്നമൺ നോക്കുകയാണെങ്കിൽ സിന്നമണിന്റെ ഏത് ഭാഗമാണ് സിന്നമണിന്റെ ഏത് ഭാഗമാണ് സിന്നമൺ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തടി ഭാഗം ഉണ്ടാവുമല്ലോ, തടി ഭാഗത്തിന്റെ ഇന്നർ പോർഷനാണ് നമ്മൾ എന്തിനു വേണ്ടി, ഇന്നർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തടിയുടെ പുറമണ്ട ഒരു കവറിങ് ഉണ്ടാവും, അതല്ലാണ്ട് അകത്തത്തെ പോർഷനാണ് അല്ലേ? ഇന്നർ ബാർക്കാണ്. ബാർക്ക് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് ഇനത്തിൽപ്പെട്ട സിന്നമണ നമ്മൾ കളക്ട് ചെയ്യുന്നത്, സിന്നമോമം സൈലാനിക്കം. സിന്നമോമം എന്താ വായിക്കുക, സിന്നമോമം സൈലാനിക്കം. സിന്നമോമം സൈലാനിക്കം എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട സിന്നമണിന്റെ ഇന്നർ ബാർക്കാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇന്നർ ബാർക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് ലൊറാസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഫാമിലി വരുന്നത് ഏതാണ്, ലൊറാസിയെ. കിട്ടിയ? അതായത് സിന്നമണിന്റെ സിന്നമോമം സൈലാനിക്, സിന്നമൺ ഇനത്തിൽപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, സിന്നമണിന്റെ ഒരു വെറൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സിന്നമോമം സൈലാനിക്കം എന്ന് പറയുന്നത് അല്ലേ? ഈ സിന്നമോമം സൈലാനിക്കത്തിന്റെ ബാർക്ക്, ഇന്നർ ബാർക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് ലൊറാസിയെ ആണ് ഫാമിലി വരുന്നത്, ലൊറാസിയെ. ഓക്കെ, ഇതിന്റെ കളർ വരുന്നത്, കളറൊന്നും ചോദിക്കില്ല കാരണം കുറച്ച് ലെങ്തി ആണ് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്. ഓക്കെ, അതായത് കളർ വരുന്നത് ദ ഔട്ടർ സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമുള്ള സർഫസ് ഡൾ യെല്ലോയിഷ് ബ്രൗൺ ആണ്, ഒരു മഞ്ഞ കലർന്ന ഒരു കാപ്പി കളറാണ് വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഡൾ യെല്ലോയിഷ്. ഇതിന്റെ ഔട്ടർ പുറമുള്ള സർഫസ് എന്ന് പറയുന്നത് എന്താണ്, ഡൾ യെല്ലോയിഷ് ബ്രൗൺ ആണ്. ഇന്നർ സർഫസ് ആണെങ്കിൽ ഏതാ കളർ വരുന്നത്, ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഡർ ആണ് പറയുന്നത്. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സ്മെല്ലുണ്ട് അല്ലേ? സ്വീറ്റ് ഫോളോഡ് ബൈ വാം സെൻസേഷൻ, ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും കൂടിയിട്ട് ചെറിയൊരു എരിവും കൂടിയുള്ള പോലത്തെ ഒരു ടേസ്റ്റ് ആണ് അല്ലേ? കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ആദ്യം നമുക്കൊരു മധുരം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു വാം സെൻസേഷൻ നമുക്ക് കഴിക്കുമ്പോൾ അനുഭവപ്പെടും. പിന്നെന്താ പറയുന്നത്, ടേസ്റ്റ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ക്വിൽസ്. അത് മാറിയിട്ടുണ്ടല്ലേ, അത് ടേസ്റ്റിലല്ല വരിക, നമ്മൾ അത് അതിന്റെ ഷേപ്പിലാണ് വരിക. ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മളത് ഉണക്കി കഴിയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മരത്തിന്റെ പുറമത്തെ തോലൊക്കെ നമ്മൾ ഉണക്കുമ്പോൾ എന്തുണ്ടാവും, അതിങ്ങനെ ചുരുളും അല്ലേ, ചുരുളില്ലേ? അങ്ങനെ ചുരുണ്ടിട്ടുള്ളതാണ്. ആ മരത്തിന്റെ ഈ സംഭവം ചുരുണ്ടേനാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്വിൽസ് എന്ന് പറയാം. എന്താ പറയാ, ക്വിൽസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ക്വിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കാണപ്പെടുക. ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ക്വിൽസ്. കോമ്പൗണ്ട് ക്വിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് ചുരുങ്ങിയതായിട്ട്. ഓക്കെ, കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഘടകങ്ങളാണ് അല്ലേ? അപ്പോൾ ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് ചുരുങ്ങിയതായിട്ട്, അങ്ങനെ കോമ്പൗണ്ട് ക്വിൽസ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഷേപ്പ് കാണപ്പെടുക എന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഏകദേശം എത്രയാ വരുന്നത്, 1 മീറ്റർ ഇൻ ലെങ്ത്. ഓക്കെ, 1 മീറ്റർ ലെങ്ത്. പിന്നെ എത്രയാ വരുന്നത്, എത്രയും നീളത്തിലാണ്. പിന്നെ നമ്മൾ അതിന് ചെറുതാക്കുകയാണ് ചെയ്യുക കേട്ടാ. 1 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ. അതിന്റെ തിക്ക് 1 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ഇൻ ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ,
ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. കളർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സിന്നമന്റെ പുറമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ഡൾ ആയിട്ടുള്ള യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. പിന്നെന്താണ് ഇന്നർ സർഫസ് ആണെങ്കിൽ ഏത് കളറാണ് വരുന്നത്? ഡാർക്ക് യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ ആണെങ്കിൽ സ്മെല്ലാണെങ്കിൽ എന്താ അരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്, ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അതെന്ത് സെൻസേഷൻ ആയിട്ട് മാറും? ഫോളോഡ് ബൈ വാം സെൻസേഷൻ ആയിട്ട് മാറും. പിന്നെന്താ പറയുന്നത്? ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ അല്ല ടേസ്റ്റ് അല്ല ഇതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. ഷേപ്പ് എന്താ പറയുന്നത്? ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് കോമ്പൗണ്ട് ക്വിൽസ്. കോമ്പൗണ്ട് ക്വിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ മരത്തിന്റെ ഉണങ്ങിയ ചുരുളുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇതിന്റെ സൈസ് പറയുകയാണെങ്കിൽ അബൌട്ട് 1 മീറ്റർ ഇൻ ലെങ്ത്, 1 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്, 1 സെന്റിമീറ്റർ ഇൻ ഡയമീറ്റർ വരുന്നുണ്ട്. 1 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണോ ആർക്കെങ്കിലും? ഓക്കെ. കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം നമുക്ക്. ഏതൊക്കെ കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ടാനിൻസ് വരുന്നുണ്ട്, കാൽഷ്യം ഓക്സലേറ്റ്, മാനിറ്റോൾ, സിന്നമാൾഡിഹൈഡ്, യൂജിനോൾ, ബെൻസാൾഡിഹൈഡ്, ഫെല്ലാൻഡ്രീൻ. എന്താണ്? ഫെല്ലാൻഡ്രീൻ, പൈനീൻ, സൈമീൻ, കാരിയോഫൈലീൻ. ഓക്കെ. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കി നോക്കാം നമുക്ക്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്, മാനിറ്റോൾ, സിന്നമാൾഡിഹൈഡ്, യൂജിനോൾ, ബെൻസാൾഡിഹൈഡ്, ഫെല്ലാൻഡ്രീൻ, പൈനീൻ, സൈമീൻ, കാരിയോഫൈലീൻ. കിട്ടിയില്ലേ? പേരുകൾ വായിക്കാൻ കിട്ടുന്നില്ലേ? ഒരാൾ വായിച്ചേക്കെ. ഒന്നും കൂടെ വായിച്ചേ മിസ്സേ, ഒന്നും കൂടി വായിക്കാം. വോളട്ടൈൽ ഓയിൽ, ടാനിൻ, കാൽഷ്യം ഓക്സലേറ്റ്, മാനിറ്റോൾ. എന്താ വായിക്കുക? മാനിറ്റോൾ, മാനിറ്റോൾ, സിന്നമാൾഡിഹൈഡ്. എന്താണ്? സിന്നമാൾഡിഹൈഡ്, സിന്നമാൾഡിഹൈഡ്, യൂജിനോൾ, യൂജിനോൾ, ബെൻസാൾഡിഹൈഡ്, 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 ഫെല്ലാൻഡ്രീൻ. എന്താണ്? ഫെല്ലാൻഡ്രീൻ, ഫെല്ലാൻഡ്രീൻ. ഒപ്പം സ്പെല്ലിംഗ് കൂടി ഒന്ന് നോക്കി നോക്ക് കേട്ടോ. ഫെല്ലാൻഡ്രീൻ, ഫെല്ലാൻഡ്രീൻ, പൈനീൻ, 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 സൈമീൻ. പിന്നെ വരുന്നത് സൈമീൻ. എന്താ വായിക്കുക? സൈമീൻ, സൈമീൻ, കാരിയോഫൈലീൻ, കാരിയോഫൈലീൻ, കാരിയോഫൈലീൻ. കിട്ടിയില്ലേ? കാരിയോഫൈലീൻ, പൈനീൻ, സൈമീൻ, കാരിയോഫൈലീൻ. കെമിക്കൽ കോൺസ്റ്റൻസ് ക്ലിയർ അല്ലേ? ഇനി യൂസസ് നോക്കാം. ഓക്കെ. യൂസസ് പറയുന്നത് കാർമിനേറ്റീവ് ആണ്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അല്ലേ? സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വയറുവേദനയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സിന്നമൺ നമുക്ക് വയറുവേദനയ്ക്കായാലും കൊടുക്കാം. ആസ്ട്രിജന്റെ എഫക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്ട്രിജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. സ്മൂത്ത് മസിൽസിന്റെയും ഫൈബ്രസ് ടിഷ്യൂസിന്റെ ഒക്കെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്നതാണ് ആസ്ട്രിജൻ എന്ന് പറയുന്നത്. ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം, സ്റ്റിമുലന്റ് ആയിട്ട് യൂസ് ചെയ്യാം, ആരോമാറ്റിക് ആണ്. പിന്നെന്താണ്? ആന്റിസെപ്റ്റിക് ആണ്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് കാൻഡീസ് ആൻഡ് ഡെന്റിഫ്രൈസസ്. പെർഫ്യൂംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂംസിലായാലും ഡെന്റിഫ്രൈസസിലായാലും. പിന്നെന്താണ്? കാൻഡീസ്, മിഠായികളിൽ യൂസ് ചെയ്യുന്നുണ്ട് സിന്നമൺ. ഡെന്റിഫ്രൈസസ് പൽപ്പൊടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മേലടിക്കുന്ന സ്പ്രേ മാത്രമല്ല അല്ലേ? നമ്മളെന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡുകളായാലും കാര്യങ്ങളായാലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ സ്മെല്ല് കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയാം? പെർഫ്യൂംസ് തന്നെയാണ് പറയാ അല്ലേ? ഓക്കെ. അത് പെർഫ്യൂംസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കാൻഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡെന്റിഫ്രൈസസ് എന്താ? ഡെന്റിഫ്രൈസസ് എന്താ? പേസ്റ്റ് പോലെ, പേസ്റ്റ്. നമ്മള് പേസ്റ്റ് ആയാലും ടൂത്ത് പൗഡർ ആയാലും ഒക്കെ നമ്മൾ എന്താണ്? ഡെന്റിഫ്രൈസസ് എന്ന് പറയാം അല്ലേ? പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? ഡെന്റിഫ്രൈസസുകളാണ് അല്ലേ?
ഓക്കെ. ഉം. പിന്നെ നമ്മൾ പറയുന്ന പെർഫ്യൂംസ് ആണ്. നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വിവിധതരം പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിന്നമൺ യൂസ് സിനമൺ. ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. യൂസസ് പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യത്തെ നമ്മൾ ഡൈജഷന് വേണ്ടിയിട്ട്, പിന്നത്തെ വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ആസ്ട്രിജൻ എന്ന് പറഞ്ഞാൽ എന്താ, മസിൽ ടിഷ്യൂസിന്റെയും ഫൈബ്രസിന്റെയും ഒക്കെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആസ്ട്രിജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ തടയാൻ വേണ്ടിയിട്ട്, അതിന്റെ ഗ്രോത്ത് ഒക്കെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കാൻഡീസ്, ഡെന്റിഫൈസസ് ആൻഡ് പെർഫ്യൂംസ്. നമ്മളിത് എന്തിലൊക്കെ വേണ്ടിയിട്ട് മിഠായി ഉണ്ടാക്കുമ്പോൾ, ഡെന്റിഫൈസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, പെർഫ്യൂംസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിന്നമൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നട്ട്മെഗ് ആണ്. നട്ട്മെഗ് നിങ്ങൾക്ക് അറിയില്ലേ? നട്ട്മെഗ് ജാതിക. അറിയാം. ജാതിക്കയാണ് നട്ട്മെഗ് എന്ന് പറയുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ നട്ട്മെഗ്? അറിയാം. ഇല്ല. ഇതാണ് സംഭവം. അതിന്റെ ഉൾഭാഗമാണ് കേട്ടോ അത്. കട്ട് ചെയ്തിട്ടുള്ള ഉൾഭാഗത്തോട് കൂടിയിട്ടാണ് കാണുന്നത് അല്ലേ? അതിന്റെ പുറത്തത്തെ ആ മറ്റേ റെഡ് കളർ ഷെല്ലിന് നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. അതെ, ജാതിപത്രി എന്ന് പറയും അല്ലേ? നട്ട്മെഗ് നോക്കാം നമുക്ക്. നട്ട്മെഗിന്റെ സിനോണിം വരുന്നത് മിരിസ്റ്റിക്ക, ജയ്ഫാൽ. അങ്ങനെ രണ്ട് സിനോണിമാണ് വരുന്നത് കേട്ടോ. നട്ട്മെഗിന്റെ സിനോണിം വരുന്നത് മിരിസ്റ്റിക്ക, ജയ്ഫാൽ. കിട്ടിയാ? മിരിസ്റ്റിക്ക, ജയ്ഫാൽ. അങ്ങനെ രണ്ട് സിനോണിമാണുള്ളത്. മിരിസ്റ്റിക്ക, ജയ്ഫാൽ. ഓക്കെ, അങ്ങനെ രണ്ട് സിനോണിമാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബയോളജിക്കൽ സോഴ്സ് ആണ്. നട്ട്മെഗ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് കേർണൽസ് ഓഫ് സീഡ്സ് ഓഫ് മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് ബിലോങ്ങിങ് ടു ദി ഫാമിലി മിരിസ്റ്റിക്കാസിയേ. അതായത് ഏത് വെറൈറ്റിയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ നട്ട്മെഗ് മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇനത്തിൽപ്പെട്ട ചെടിയുടെ സീഡ്സിന്റെ കേർണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കേർണൽസ് പറഞ്ഞുതരാം. കേർണൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരു എന്നൊക്കെ പറയില്ലേ? ഇതിൽ പറയുകയാണെങ്കിൽ അതിന്റെ ആ സംഭവം ഉണ്ടല്ലോ, ആ സീഡ് ഉണ്ടല്ലോ, നമ്മൾ അണ്ടി അല്ലെങ്കിൽ കുരു എന്നൊക്കെ പറയും. പരിപ്പ്. അതിന്റെ ഉള്ളിട്ട മറ്റേ തോല് കളഞ്ഞിട്ട് കായ വരുന്നുണ്ടല്ലോ. അതാണ് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന്. പരിപ്പ്, വിത്ത്, കുരു, സത്ത് അല്ലെങ്കിൽ എന്നൊക്കെ പറയും. ഓക്കെ. ഓക്കെ, നട്ട്മെഗ് നോക്കാം. സിനോണിം വരുന്നത് മിരിസ്റ്റിക്ക അല്ലെങ്കിൽ ജയ്ഫാൽ. അങ്ങനെ രണ്ട് സിനോണിമാണ് വരുന്നത്. ഓക്കെ, നട്ട്മെഗിന്റെ സിനോണിം വരുന്നത് മിരിസ്റ്റിക്ക, ജയ്ഫാൽ. അങ്ങനെ രണ്ട് സിനോണിമാണ് വരുന്നത്. അതായത് നമ്മുടെ മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇനത്തിൽപ്പെട്ട നട്ട്മെഗ് ചെടിയുടെ അതിന്റെ സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ. ബിലോങ്ങിങ് ടു ദി ഫാമിലി ഏതാ വരുന്നത്? മിരിസ്റ്റിക്കാസിയാണ് ഫാമിലി വരുന്നത്. മിരിസ്റ്റിക്കാസിയാണ് ഫാമിലി വരുന്നത്. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട ചെടിയുടെ ഡ്രൈഡ് കേർണൽസ് ഓഫ് സീഡ്സ്, അതായത് ആ സീഡ്സിന്റെ ആ മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ? കേർണൽസ്, പ്രധാന വിത്ത് എന്നൊക്കെ പറയും നമ്മൾ. അതാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി ഏതാ വരുന്നത്? മിരിസ്റ്റിക്കാസിയാണ് അതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ,
ഇത്രയും ക്ലിയർ അല്ലേ? ബയോളജിക്കൽ സോഴ്സ് ക്ലിയർ അല്ലേ? ആ ക്ലിയർ. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്നാണ് അതിന്റെ വെറൈറ്റി. വെറൈറ്റി. ഇതിന്റെ സീഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് മിരിസ്റ്റിക്കാസി ആണ്. ഫാമിലി വരുന്നത് ഫാമിലി ഏതാ? മിരിസ്റ്റിക്കാസിയെ. മെരിസ്റ്റിക്കാസി. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഇത് കാണാൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ. എക്സ്റ്റേണലി ദ കേണൽസ് ആർ, പുറമെ ഈ ഇതിന്റെ സീഡിന്റെ പുറമത്തെ കളർ എന്ന് പറയുന്നത് എന്താ? ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത് അല്ലേ? സീഡിന്റെ പുറമത്തെ കളർ എന്താ വരുന്നത്? ഗ്രീൻ കളറാണ് വരുന്നത്, ഗ്രീനിഷ് ആണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് അല്ലേ? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിച്ചു നോക്കിയാൽ ഒരു പഞ്ചന്റ് കുത്തണ ഒരു ടേസ്റ്റ് ആണുള്ളത്, എന്നാലും കൂടിയിട്ട് നല്ല സ്മെല്ലുണ്ട് അല്ലെ? ആരോമാറ്റിക് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്, ഇതിന്റെ കാനൽസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 20 മുതൽ 30 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് ആണെങ്കിൽ എത്രയാണ് വരുന്നത്? വിഡ്ത്ത് എത്രയാണ് വരുന്നത്? 20 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. 20 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത് അല്ലേ? ഓക്കെ. ഒന്നും കൂടി നോക്കി നോക്കാം. ഷേപ്പ് പറയുന്നത് എലിപ്സോയിഡൽ ഷേപ്പ് ആണ് വരുന്നത്. ഷേപ്പ് എന്താ പറയുന്നത്? എലിപ്സോയിഡൽ ഷേപ്പ് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഷേപ്പാണ് എലിപ്സോയിഡൽ ഷേപ്പ് എന്ന് പറയാം കേട്ടോ. കണ്ടില്ലേ? ഓക്കെ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നമുക്കൊന്നും കൂടി നോക്കാം. ഇതിന്റെ കളർ വരുന്നത് എന്താണ്? ഇതിന്റെ പുറമെ ഇതിന്റെ കാനൽസിന്റെ കളർ വരുന്നത് ഗ്രീൻ കളറാണ് വരുന്നത്, ഗ്രീനിഷ് കളറാണ് വരുന്നത്. പിന്നെന്താണ്? ഓർഡർ എന്ന് പറയുന്നത് എന്താ? സ്ട്രോങ്ലി ആരോമാറ്റിക് ആണ്, ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? പഞ്ചന്റ് ആണ്, ഒരു കുത്തണ ടേസ്റ്റ് ആണ്, എന്നാലും കൂടിയിട്ട് വളരെ ആരോമാറ്റിക് ആണ്, നല്ല സ്മെല്ലുണ്ട്. പിന്നെന്താണ് പറയുന്നത്? സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതിന്റെ കാനൽസിന്റെ സൈസ് വരുന്നത് 20 മുതൽ 30 മില്ലിമീറ്റർ വരെ നീളമാണ് വരുന്നത്. ഇതിന്റെ വീതി വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 20 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഷേപ്പ് വരുന്നത് എലിപ്സോയിഡലാണ്. എലിപ്സോയിഡൽ ഷേപ്പ് നമ്മൾ കണ്ടല്ലോ, ഈ കുരുവിന്റെ ഷേപ്പ്. ഓക്കെ. എലിപ്സോയിഡൽ ഷേപ്പ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് നോക്കുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് നമുക്ക് നോക്കാം. കെമിക്കൽ കോൺസ്റ്റൻസിൽ ഫസ്റ്റ് വരുന്നത് വോളട്ടൈൽ ഓയിൽ. ഏതാണ്? വോളട്ടൈൽ ഓയിൽ. വോളട്ടൈൽ ഓയിൽ. മിരിസ്റ്റിസിൻ. എന്താണ്? മിരിസ്റ്റിസിൻ, എലിമിസിൻ. വോളട്ടൈൽ ഓയിൽ, മിരിസ്റ്റിസിൻ, എലിമിസിൻ, സാഫ്രോൾ, പാൽമിറ്റിക് ആസിഡ്, ഒലിക് ആസിഡ്, നട്ട്മെഗ് ബട്ടർ, സ്റ്റാർച്ച്, ജെറാനിയോൾ, ടെർപ്പിനോൾ, കാംഫീൻ. ഓക്കെ. വോളട്ടൈൽ ഓയിൽ, മിരിസ്റ്റിസിൻ, എലിമിസിൻ, സാഫ്രോൾ, പാൽമിറ്റിക് ആസിഡ്, ഒലിക് ആസിഡ്, നട്ട്മെഗ് ബട്ടർ, സ്റ്റാർച്ച്, ജെറാനിയോൾ, ടെർപ്പിനോൾ, കാംഫീൻ. ഓക്കെ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് കിട്ടിയോ? വോളട്ടൈൽ ഓയിൽ, മിരിസ്റ്റിസിൻ, എലിമിസിൻ, സാഫ്രോൾ, പാൽമിറ്റിക് ആസിഡ്, ഒലിക് ആസിഡ്, നട്ട്മെഗ് ബട്ടർ, സ്റ്റാർച്ച്, ജെറാനിയോൾ, ടെർപ്പിനോൾ, കാംഫീൻ. ഓക്കെ. കെമിക്കൽ കോൺസ്റ്റൻസ് വായിക്കാനൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. യൂസസ് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ തന്നെ ആരോമാറ്റിക് ആണ്, സ്റ്റിമുലന്റ് ആണ്, ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാർബണേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈജഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? സോപ്പ് ഇൻഡസ്ട്രി, അതായത് സോപ്പ് ഉണ്ടാക്കുന്ന വ്യവസായങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ദ ഫാറ്റ് ആൻഡ് വോളട്ടൈൽ ഓയിൽ ഓഫ് നട്ട്മെഗ് ആർ യൂസ്ഡ് ഇൻ ദ
ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റിസം. നമ്മൾ എന്തിനു വേണ്ടി റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? വാദം 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 അല്ലേ? വാദത്തിന്. ഓക്കെ. നട്ട്മെഗിന്റെ ഫാറ്റ് ആയാലും നട്ട്മെഗിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് ആയാലും വോളട്ടൈൽ ഓയിൽ ആയാലും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? റുമാറ്റിസത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നട്ട്മെഗിൽ നിന്നും കിട്ടുന്ന, അതായത് ഈ ജാതിക്കയിൽ നിന്നും കിട്ടുന്ന ഫാറ്റ് ആയാലും വോളട്ടൈൽ ഓയിൽ ആയാലും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? വാദത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലോവ് ആണ്. ക്ലോവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമ്പു, കരയാമ്പു. കരയാമ്പൂ ആണ് അല്ലേ ക്ലോവ്. ക്ലോവ് കാണാത്തവരുണ്ടോ? ഇല്ല. എല്ലാവർക്കും അറിയാം. ക്ലോവിന്റെ സിനോണിം പറയുന്നത് കാരിയോഫൈലം അല്ലെങ്കിൽ ക്ലോവ് ഫ്ലവർ എന്നാണ് പറയുന്നത്. കാരിയോഫൈലം സിനോണിം വരുന്നത് അതിന്റെ വിളിപ്പേര് അല്ലെ? ക്ലോവിന്റെ വിളിപ്പേര് വരുന്നത് ഏതാണ് വരുന്നത്? കാരിയോഫൈലം അല്ലെങ്കിൽ ക്ലോവ് ഫ്ലവർ എന്നാണ് വരുന്നത്. ക്ലോവ് ഫ്ലവർ അല്ലെങ്കിൽ കാരിയോഫൈലം. ഓക്കെ. കാരിയോഫൈലം അല്ലെങ്കിൽ ക്ലോവ് ഫ്ലവർ ആണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫ്ലവർ ബഡ്സ് ഓഫ് യൂജേനിയ കാരിയോഫൈലം. Eugenia caryophyllus belonging to the family Myrtaceae. ഫാമിലി ഏതാ വരുന്നത്? മിർട്ടാസിയാണ് ഫാമിലി വരുന്നത്. ഏത് വെറൈറ്റി ചെടിയാ പറയുന്നത്? യൂജേനിയ കാരിയോഫൈലസ്. ഓക്കെ. യൂജേനിയ കാരിയോഫൈലസ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഫ്ലവറിംഗ് ബഡ്സ് ആണ്. ഫ്ലവറിംഗ് ബഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുളയാണ് അല്ലേ? ബഡ്ഡുകൾ എന്ന് പറയാ. അതായത് ഇതൊരു പൂ പോലെയാണെങ്കിലും എന്താണ്? ഒരു ബഡ് പോലെയാണ് അല്ലെ? അത്ര ഇങ്ങോട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്ലവർ ഒന്നല്ല അല്ലെ? നമ്മുടെ ഈ ക്ലോവ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടല്ലോ. ഒരു ഫ്ലവറിംഗ് ബഡാണത്. ഫ്ലവറിംഗ് ബഡാണ് എന്തെന്ന് പറയുന്നത്? ക്ലോവ് എന്ന് പറയുന്നത്. ഈ ഫ്ലവറിംഗ് ബഡ് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് വെറൈറ്റി ചെടിയുടെയാണ് നമ്മൾ പറഞ്ഞത്? യൂജേനിയ കാരിയോഫൈലസ് എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ. ഏതാണ് പറഞ്ഞത്? യൂജേനിയ കാരിയോഫൈലസ് എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്ലവറിംഗ് ബഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് മിർട്ടാസി ആണ് ഫാമിലി വരുന്നത്. ഫാമിലി ഏതാ വരുന്നത്? മിർട്ടാസിയെ. വെറൈറ്റി വരുന്നത് യൂജേനിയ കാരിയോഫൈലസ്. എന്താണ്? കാരിയോഫൈലസ്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? യൂജേനിയ കാരിയോഫൈലസ് എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയുടെ ഫ്ലവറിംഗ് ബഡ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് മിർട്ടാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇത് കാണാൻ എങ്ങനെയാണെന്നൊക്കെ അല്ലെ? ഗ്രാമ്പു, കരയാമ്പൂ എന്നൊക്കെ നമ്മൾ പറയും. ഇത് കാണാൻ ഇതിന്റെ കളർ വരുന്നത് ബ്രൗൺ കളറാണ്, കാപ്പി നിറാണ് വരുന്നത് അല്ലെ? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈറ്റ് ആരോമാറ്റിക് ആണ്. നേരിയ തോതിൽ എന്തുണ്ട്? മണമുണ്ട്, നല്ല മണമുണ്ട് അല്ലെ? പിന്നെന്താണ്? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചന്റ്, ഒരു കുത്തണ ടേസ്റ്റ് ഉണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മണമുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. പിന്നെന്താ പറയുന്നത്? സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 മുതൽ 17.5 മില്ലിമീറ്റർ വരെ നീളം വരും. വീതി എന്ന് പറയുന്നത് എത്രയാ? 4 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത് അല്ലെ? ഏകദേശം എത്രയാണ് വരുന്നത്? 4 മുതൽ 17.5 മില്ലിമീറ്റർ വരെ ഇതിന്റെ ലെങ്ത് വരും. വിഡ്ത്ത് എന്ന് പറയുന്നത് 4 മില്ലിമീറ്റർ ഇൻ വിഡ്ത്ത്. ഓക്കെ. ഇത്രയാണ് വരിക. ഓക്കെ. ഏകദേശം 4 മുതൽ 17.5 മില്ലിമീറ്റർ വരെ അതിന്റെ നീളം വരും. വീതി വരുന്നത് 4 മില്ലിമീറ്റർ ഇൻ വിഡ്ത്ത് ആണ് വരിക. ഇത്രയും ക്ലിയർ അല്ലേ? അറിയാം. ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഷേപ്പിനെയാണ് നമ്മൾ ഹൈപ്പാന്തിയം ഷേപ്പ് എന്ന് പറയാം. ഹൈപ്പാന്തിയം. കരയാമ്പൂവിന്റെ സെയിം ഷേപ്പ് തന്നെ ഒന്നും കൂടി കാണിച്ചു തരാം. ഹൈപ്പാന്തിയം. ഷേപ്പിന്റെ പേരെന്താ? ഹൈപ്പാന്തിയം. കണ്ട ഇങ്ങനത്തെ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹൈപ്പാന്തിയം അല്ലെ? അതായത് നമ്മൾ നടുവിലൊരു ഉരുണ്ടിട്ട് അല്ലെ? പുറമെ ഇങ്ങനെ വിടർന്നിട്ട് നിൽക്കുന്ന ഒരു ഷേപ്പാണ്. ഷേപ്പ് മനസ്സിലായില്ലേ? ഹൈപ്പാന്തിയം. മനസ്സിലായി. ഓക്കെ.
ഇതിന്റെ ഷേപ്പ് വരുന്നത് ഹൈപ്പാന്തിയമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ഒന്നും കൂടി നോക്കാം. ഇതിന്റെ കളർ വരുന്നത് ബ്രൗൺ കളറാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, സ്മെല്ലാണ് വരുന്നത് അല്ലേ. സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, നേരിയ തോതിൽ നല്ല സ്മെല്ലുണ്ട് അല്ലേ, നല്ല സ്മെല്ലുണ്ട്. പിന്നെന്താണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പഞ്ചന്റെ ഒരു കുട്ടന് ടേസ്റ്റ് ആണുള്ളത്. പിന്നെന്താണ് ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു മണമുള്ളൊരു ഇത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു നല്ല മണമുള്ളതാണെന്ന് നമുക്ക് അനുഭവപ്പെടും, ഫീൽ ചെയ്യും. പിന്നെന്താ പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് 4 മുതൽ 17.5 മില്ലിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. ഇതിന്റെ വീതി വരുന്നത് 4 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ഇതിന്റെ ഷേപ്പ് ആണെങ്കിൽ ഹൈപ്പാന്തിയം ഷേപ്പാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റുവന്റ് ആണ് പറയുന്നത്. എന്താണ് കെമിക്കൽ കോൺസ്റ്റുവന്റ്? കെമിക്കൽ കോൺസ്റ്റൻസ് ഏതൊക്കെയാ നോക്കാം. കെമിക്കൽ കോൺസ്റ്റൻസിൽ വരുന്നത് വോളട്ടൈൽ ഓയിൽ വരുന്നുണ്ട്, ടാനിൻ വരുന്നുണ്ട്. വോളട്ടൈൽ ഓയിൽ, ടാനിൻ, റെസിൻ, പിന്നെന്താണ് കാരോമോൺ, യൂജനിൻ, യൂജിനോൾ, യൂജിനോൾ ഈതർ, മീഥൈൽ അമൈൽ കീറ്റോൺ. എന്താണ് വായിക്കുക, മീഥൈൽ അമൈൽ കീറ്റോൺ, കാരിയോഫൈലിൻ, എസ്റ്റേഴ്സ്, ആൽക്കഹോൾസ്. ഓക്കെ, ഏതൊക്കെ വരുന്ന ഒന്നും കൂടി നോക്കാം നമുക്ക്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് വോളട്ടൈൽ ഓയിൽ, ടാനിൻ, റെസിൻ, കാരോമോൺ. എന്താ വായിക്കാം, കാരോമോൺ. ഓക്കെ, കാരോമോൺ, യൂജനിൻ, യൂജിനോൾ. കാരോമോൺ, യൂജനിൻ, യൂജിനോൾ, യൂജിനോൾ ഈതർ, മീഥൈൽ അമൈൽ കീറ്റോൺ. എന്താണ് മീഥൈൽ അമൈൽ കീറ്റോൺ, കാരിയോഫൈലിൻ, എസ്റ്റേഴ്സ്, ആൽക്കഹോൾ. വോളട്ടൈൽ ഓയിൽ, ടാനിൻ, റെസിൻ, കാരോമോൺ, യൂജനിൻ, യൂജിനോൾ, യൂജിനോൾ ഈതർ, മീഥൈൽ അമൈൽ കീറ്റോൺ, കാരിയോഫൈലിൻ, എസ്റ്റേഴ്സ്, ആൽക്കഹോൾ. ഇത്രയും ക്ലിയർ അല്ലേ കെമിക്കൽ കോൺസ്റ്റൻസ്? ഒരാൾ വായിച്ച കെമിക്കൽ കോൺസ്റ്റന്റ്. വോളട്ടൈൽ ഓയിൽ, ടാനിൻ, റെസിൻ, കാരോമോൺ, യൂജനിൻ, യൂജിനോൾ, യൂജിനോൾ ഈതർ, മീഥൈൽ അമൈൽ കീറ്റോൺ, കാരോഫൈലിൻസ്, എസ്റ്റേഴ്സ്, ആൽക്കഹോൾസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഡെന്റൽ അനാലിസിസ് ആണ് അല്ലെ. നമുക്ക് പല്ലുവേദനയ്ക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാമ്പൂ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഡെന്റൽ അനാൽജസിക് ആണ്, പല്ലുവേദനയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ കാർമിനേറ്റീവ് ആണ്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലേവറിംഗ് ഏജന്റ് ആരോമാറ്റിക് എന്താ സ്മെല്ലിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട്, അതിന്റെ ആക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആന്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സോസ്റ്റഡ് ക്ലോവ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സിഗരറ്റ്. എക്സോസ്റ്റഡ് ക്ലോവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ക്ലോവ് നമ്മൾ ക്ലോവ് ഓയിൽ ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ എന്നിട്ട് അതിന്റെ ബാക്കി വരുന്ന നമ്മൾ ചണ്ടി എന്നൊക്കെ പറയില്ലേ, അതിന്റെ വേസ്റ്റ് ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യും, സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതാണ് പറയുന്നത് എക്സോസ്റ്റഡ് ക്ലോവ്സ് ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സിഗരറ്റ്സ്. അതായത് നമ്മുടെ ക്ലോവിൽ നിന്നും അതിന്റെ സത്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്ലോവിൽ എന്തുണ്ട്, ക്ലോവ് ഓയിൽ ഉണ്ട്. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ക്ലോവ് ഓയിലൊക്കെ. നമ്മളത് പല്ലുവേദനയ്ക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ് ക്ലോവ് ഓയിൽ. ഓക്കെ, അത് നമ്മൾ പഞ്ഞിയിൽ വെച്ചിട്ട് നമ്മൾ പല്ല് വേദനിക്കുന്നത് അവിടെ വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്ലോവിൽ നിന്ന് എടുത്ത ഓയിലൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ക്ലോവ് നമ്മൾ എന്ത് ചെയ്യും, സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആണ്. ഫെല്ലാൻഡ്രിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. ഫെല്ലാൻഡ്രിൻ എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ക്ലോവ്, സിന്നമൺ,
കാഡമം, ജിഞ്ചർ. സിന്നമൺ ആണ്, സിന്നമണിന്റെ ആണ്. കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഫെല്ലാൻഡ്രിൻ എന്ന് പറയുന്നത്. വിച്ച് വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് നട്ട്മെഗ്? നട്ട്മെഗിന്റെ ഫാമിലി ഏതാ വരുന്നത്? മെരിസ്റ്റിക്കാസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇതിന്നിപ്പോ ക്ലോവിന്റെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നട്ട്മെഗിന്റെ അല്ലെ, നട്ട്മെഗിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ നട്ട്മെഗിന്റെ ഫാമിലി ചോദിക്കാം. ഇതുപോലെ സിനോണിം ചോദിക്കാം. നട്ട്മെഗിന്റെ വെറൈറ്റി ചോദിക്കാം. പിന്നെ നട്ട്മെഗിന്റെ ഷേപ്പ് ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് നട്ട്മെഗ്? നട്ട്മെഗിന്റെ ഷേപ്പ് ഏതാണ് വരുന്നത്? എലിപ്സോയിഡൽ ആണ് അല്ലെ, എലിപ്സോയിഡൽ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതുപോലെ ക്ലോവിന്റെ സിനോണിം ചോദിക്കാം. വെറൈറ്റിയുടെ പേര് ചോദിക്കാം. ഏതാണ് വെറൈറ്റിയുടെ പേര് വരുന്നത്? ക്ലോവിന്ന് ഏത് വെറൈറ്റി നിന്നാണ് നമ്മൾ ക്ലോവ് കളക്ട് ചെയ്യുന്നത്? യൂജനിയ കാരിയോഫൈലസ്. യൂജനിയ കാരിയോഫൈലസ് ആണ്. ഫാമിലി വരുന്നത് ഏതാണ്? മെർട്ടാസി ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ക്ലോവ്? ക്ലോവിന്റെ ഷേപ്പ് ഏതാ വരുന്നത്? ഹൈപ്പാന്തിയം. ഹൈപ്പാന്തിയാണ് ഷേപ്പ്. ഹൈപ്പാന്തിയമാണ് ഷേപ്പ് വരുന്നത്. മീഥൈൽ അമൈൽ കീറ്റോൺ എന്ന് പറയുന്നത് എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്? മീഥൈൽ അമൈൽ, ക്ലോവിന്റെ അല്ലെ, ക്ലോവിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് മീഥൈൽ അമൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, മീഥൈൽ അമൈൽ കീറ്റോൺ എന്ന് പറയുന്നത് ക്ലോവിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് എൻസൈം എന്നാണ് കേട്ടോ. എൻസൈം നമുക്കറിയാം അല്ലെ. എൻസൈം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? നമ്മുടെ ശരീരത്തിൽ വിവിധ എൻസൈംസ് ഉണ്ട് അല്ലെ. നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന്റെ ഒക്കെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെറ്റബോളിസം പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഏജന്റുമാരാണ് എന്തെന്ന് പറയുന്നത്? എൻസൈംസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ട്? വിവിധതരം ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിനെ കുറച്ചും കൂടി കാറ്റലൈസ് ചെയ്യാൻ എന്താ, അതിന്റെ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ബയോ കെമിക്കൽ റിയാക്ഷൻ വളരെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഏജന്റുമാരാണ് എന്തെന്ന് പറയുന്നത്? എൻസൈം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് എ സബ്സ്റ്റൻസ് പ്രൊക്യൂർഡ് ബൈ എ ലിവിങ് ഓർഗാനിസം. ഈ എൻസൈം എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് എവിടെയുള്ളത്? ലിവിങ് ഓർഗാനിസത്തിലാണുള്ളത്. ജീവനുള്ള ഓർഗാനിസത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? എൻസൈംസ് കാണപ്പെടുന്നത് അല്ലെ. ഈ എൻസൈം എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്, അതായത് പ്രവർത്തനം കൂട്ടാൻ വേണ്ടിയിട്ട്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ബ്രിങ് അബൌട്ട് എ സ്പെസിഫിക് ബയോകെമിക്കൽ റിയാക്ഷൻ, അതായത് ജീവനുള്ള ഓർഗാനിസത്തിൽ എന്ത് നടക്കും? വിവിധതരം ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കൂലേ. ജീവനുള്ള ഓർഗാനിസത്തിൽ എന്ത് നടക്കും? വ്യത്യസ്ത തരം ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ഈ ബയോ കെമിക്കൽ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? എൻസൈംസ് സഹായിക്കും. കാറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബയോ കെമിക്കൽ റിയാക്ഷന്റെ അളവ് കൂട്ടാനും പെട്ടെന്ന് നടക്കാനും ഒക്കെ ആര് സഹായിക്കും? എൻസൈംസ് സഹായിക്കും. ഇത്രയും ക്ലിയർ അല്ലേ അത്? എൻസൈം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എൻസൈം എന്ന് പറയുന്നത്. എൻസൈം എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എൻസൈം എന്ന് പറയുന്നത്. എൻസൈം എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോ കെമിക്കൽ റിയാക്ഷന്റെ അളവ് കൂട്ടാനും പെട്ടെന്നാക്കാനും വേഗത്തിൽ ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഏജന്റുമാരാണ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആണ് ആര് എന്ന് പറയുന്നത്? എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ?
നമുക്ക് ആ കൂടിയിട്ട് ഒരു എൻസൈം ആണ്. പപ്പായ അറിയാലോ, പപ്പായ. ഉം. പപ്പായയിലുള്ള എൻസൈം ആണ് പപ്പായിൻ. ഓക്കെ, പപ്പായയിലുള്ള മെയിൻ ആയിട്ടുള്ള എൻസൈം ആണ് എന്തെന്ന് പറയുന്നത് പപ്പായിൻ. എന്താണ് പപ്പായിൻ? പപ്പായിൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ കേട്ടിട്ടുണ്ട്. പപ്പായിൻ. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റഡ് ഫ്രൂട്ടിംഗ് ട്രീ നോൺ എസ്. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രൂട്ടിംഗ് ട്രീ ആണ് അല്ലേ. അതായത് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ് എന്തെന്ന് പറയുന്നത് കാരിക്ക പപ്പായ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫാമിലി വരുന്നത് കാരിക്കാസി ആണ്. കാരിക്ക പപ്പായ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ചെടിയുടെ ഇറ്റ് ഈസ് എ ഫ്രൂട്ടിംഗ് ട്രീ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, പപ്പായ എന്ന് പറയുന്നത് എന്താ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ്. ഇതിന്റെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ വെറൈറ്റി വരുന്നത് കാരിക്ക പപ്പായ ആണ് അതിന്റെ വെറൈറ്റി വരുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് കാരിക്കാസിയെ, അതായത് കാരിക്കാസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. പപ്പായ പിന്നെ പപ്പായയുടെ ഒരു ഇനം, വേറൊരു ഇനം, ആ വെറൈറ്റി സ്പീഷീസ് ആണ് എന്തെന്ന് പറയുന്നത് കാരിക്ക പപ്പായ എന്ന് പറയുന്നത്. ഈ കാരിക്ക പപ്പായയുടെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഫ്രൂട്ട്സിന്റെ ഈ പപ്പായ എന്ന് പറഞ്ഞ എൻസൈം നമുക്ക് ഏതാ കിട്ടുന്ന അറിയോ? ഇതില് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള പശ പോലെ വരുന്നത് കണ്ടിട്ടില്ലേ? അതാണ് എന്തെന്ന് പറയുന്നത് പപ്പായ എന്ന് പറഞ്ഞ എൻസൈം. ഓക്കെ, ആണ് എന്തുള്ളത്, പപ്പായ എന്ന് പറഞ്ഞ എൻസൈം ഉള്ളത്. അതാണ് പറയുന്നത്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ കൾട്ടിവേറ്റഡ് ഫ്രൂട്ടിംഗ് ട്രീ. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ്. ഓക്കെ, ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് കാരിക്ക പപ്പായ ആണ്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത്, ഫാമിലി ഏതാ വരുന്നത് കാരിക്കാസി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ പപ്പായിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. പപ്പായിൻ ഈസ് അവൈലബിൾ. പപ്പായ എന്ന് നമ്മൾ പറഞ്ഞ മഞ്ഞ അല്ലെങ്കിൽ വെള്ള പശ പോലത്തെ സംഭവമാണ് കേട്ടോ, പപ്പായ എന്നൊക്കെ ഉണ്ടാവുന്നത് കിട്ടുന്നത്. ഓക്കെ, പപ്പായിൻ ഈസ് അവൈലബിൾ ആസ് ലൈറ്റ് ബ്രൗൺ ഓർ വൈറ്റ് കളേർഡ്. പപ്പായൻ നമ്മൾ കാണപ്പെടുന്നത് എന്ത് കളറിലൊക്കെ കാണപ്പെടുന്നത്, ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ടാണ് കാണപ്പെടുന്നത്. അമോർഫസ് പൗഡർ ആണ്. അമോർഫസ് പൗഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പശ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ എന്താണ്, അതിങ്ങനെ പൊടിഞ്ഞു വരും. ഓക്കെ, അങ്ങനെ ഒരു അമോർഫസ് പൊടിയായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ടിപ്പിക്കൽ സാധാരണമായൊരു മണം ടേസ്റ്റ് ഒക്കെയാണ് ഇതിനുള്ളത്. ഇറ്റ് ഷോസ് മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ബിറ്റ്വീൻ. ഇത് മാക്സിമം, അതായത് ഈ പപ്പായ എന്ന് പറഞ്ഞ എൻസൈം മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന pH എന്ന് പറഞ്ഞാൽ 5 മുതൽ 6.1 pH ആവുമ്പോഴാണ് ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കാണിക്കുക. അതായത് മാക്സിമം ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്, ഇതിന്റെ pH എപ്പോഴാവുമ്പോഴാണ്, 5 മുതൽ 6.1 ആവുമ്പോഴാണ് ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഇത് കാണിക്കുക. ഒന്നും കൂടി പറയാം, ഡിസ്ക്രിപ്ഷൻ ഒന്നും കൂടി നോക്കാം, പറയാട്ടാ. പപ്പായ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 കളറിലാണ്. ഒന്ന് പറയുന്നത് എന്താ, ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ വൈറ്റ് കളറാണ്. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ, ഇത് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമോർഫസ് പൗഡർ പോലെ നമുക്ക് കാണപ്പെടും. പിന്നെ എന്താണ്, ഇതിന് സാധാരണമായിട്ടുള്ള ഒരു ഓർഡറും ടേസ്റ്റും ഒക്കെ തന്നെയാണുള്ളത്. ഇത് മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്ന pH എന്ന് പറയുന്നത് 5 മുതൽ 6.1 pH വരെ ആവുമ്പോഴാണ് ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി ഇത് കാണിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി മീൻസ് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ബയോകെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഇത് മെച്ചപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മാക്സിമം ഇതിപ്പോ എന്താ, എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ ബയോകെമിക്കൽ റിയാക്ഷൻ വിവിധതരം പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി അളവിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വേണ്ടി യൂസ് ചെയ്യുക, ഈ എൻസൈംസ് യൂസ് ചെയ്യാം. അപ്പൊ ഈ എൻസൈംസ് മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന pH ആണ് പറയുന്നത്. പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം ഇത് പ്രവർത്തിക്കുന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ, അത് നടക്കുന്ന pH എന്ന് പറയുന്നത് 5 മുതൽ 6.1 വരെയാണ്. ഇനി മലയാളം നോക്കട്ടെ കേട്ടോ.
ഇതിൽ അത് എന്താണെന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. സംഭവം ഇതാണ്, നമ്മളെന്താണ് ബയോകെമിക്കൽ റിയാക്ഷൻ കുറച്ചും കൂടി അത് ഇപ്പം നമ്മൾ പറയുന്നത് പപ്പായ എന്ന് പറയുന്നത് ഒരു ഏജന്റ് ആണ് അല്ലേ, ഒരു എൻസൈം ആണ്. അപ്പൊ ഈ എൻസൈം ഇതിന്റെ പ്രവർത്തനം മാക്സിമം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മാക്സിമം ഇത് പ്രവർത്തിക്കുന്ന ഇതിന്റെ pH എത്രയാണെന്ന് വെച്ചാൽ 5 മുതൽ 6.1 pH ലെവൽ ആവുമ്പോഴാണ് ഇതിന്റെ മാക്സിമം പ്രവർത്തനം നടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ക്ലിയർ. ഓക്കെ, നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റന്റിൽ വരുന്നത് എന്താണ്? കെമിക്കൽ കോൺസ്റ്റൻസിൽ എന്തൊക്കെ ഉണ്ട്? പപ്പായയിൽ അല്ലെങ്കിൽ നമ്മുടെ പപ്പായയിൽ എന്തൊക്കെ ഉണ്ട്? പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, പപ്പായിനുണ്ട്. പപ്പായയിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, പപ്പായിനുണ്ട്, കൈമോ പപ്പായിനുണ്ട്. ഓക്കെ, പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഉണ്ട്, പപ്പായിൻ, കൈമോ പപ്പായിനൊക്കെ ഉണ്ട്. പ്രോട്ടിയോലൈറ്റിക് എൻസൈം, പപ്പായിൻ, കൈമോ പപ്പായിൻ. വായിക്കാൻ കിട്ടുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്, ഉപയോഗങ്ങളാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പപ്പായിന് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഓഫ് ബീവറേജസ്. അപ്പൊ നമ്മൾ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെന്താണ്, അതിൽ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മരുന്നിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ, ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മങ്ങിയ കളറൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പപ്പായ എന്ന് പറഞ്ഞ എൻസൈമിനെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ചീസ് ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലെതർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലെതർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായമാണ് അല്ലേ, ലെതർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നീരൊക്കെ പോവാൻ വേണ്ടിയിട്ട്. ആന്റി ഇൻഫ്ലമേഷൻ എന്ന് എന്താ? നീര് അല്ലേ, അല്ലെങ്കിൽ വീർമത, ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നും കൂടി പറയാം, പപ്പായയുടെ അല്ലെങ്കിൽ പപ്പായിന്റെ യൂസസ് ആണ് പറയുന്നത്. എന്താണ്? ബീവറേജസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എംപ്ലോയിഡ് ഇൻ ചീസ് മാനുഫാക്ചറിന്, ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? തുണി വ്യവസായമാണ് അല്ലേ, തുണികളൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായമാണ്. പിന്നെ ലെതർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായമാണ്. ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നീരൊക്കെ ഉണ്ടെങ്കിൽ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എൻസൈമിനെ കുറിച്ചാണ്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്റ്റൻസ് ആണ്, ലിവിങ് ഓർഗാനിസത്തിൽ, ജീവനുള്ള വസ്തുവിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? എൻസൈം എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ബയോകെമിക്കൽ റിയാക്ഷനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എൻസൈം സഹായിക്കുന്നുണ്ട്. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന എൻസൈം പപ്പായയിലുള്ള എൻസൈംസിനെ കുറിച്ചാണ് പറയുന്നത്. പപ്പായയിലുള്ള എൻസൈംസിനെ കുറിച്ച് പറയുന്നത് കേട്ടാ. ഏത് വെറൈറ്റി പ്ലാന്റിന്റെയാണ് നമ്മൾ പപ്പായന്? ഓക്കെ, പപ്പായ നമ്മൾ ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ കാരിക്ക പപ്പായ എന്ന് പറഞ്ഞ വെറൈറ്റി ചെടിയിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രൂട്ടായ പപ്പായ കളക്ട് ചെയ്യുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് കാരിക്കാസിയാണ് ഫാമിലി വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് പപ്പായനെ കുറിച്ചിട്ടല്ല, പപ്പായയിലുള്ള എൻസൈമായ പപ്പായിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പപ്പായയിലുള്ള എൻസൈമാണ് പപ്പായിൻ. പപ്പായിൻ നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്. ലൈറ്റ് ബ്രൗൺ കളറിലും അവൈലബിൾ ആണ്, വൈറ്റ് കളറിലും അവൈലബിൾ ആണ്. ഇത് ഉണങ്ങിയിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ അമോർഫസ് പൗഡർ ആയിട്ടാണ് കാണപ്പെടുക. അതായത് നമ്മൾ സാധാരണ ടാൽക്കം പൗഡർ ഇല്ലേ, അതുപോലെയാണ് കാണപ്പെടുക. ഓക്കെ, ഇതിനൊരു സാധാരണമായിട്ടുള്ള ഒരു മണം, ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഷോസ് മാക്സിമം പ്രോട്ടിയോലൈറ്റിക്. ഇതിന്റെ അതായത് ഈ പപ്പായ എന്ന് പറഞ്ഞ എൻസൈം ഇതിന്റെ മാക്സിമം പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഏത് pH-ലാണെങ്കിൽ 5 മുതൽ 6.1 pH ലെവലിലാണ് ഇതിന്റെ മാക്സിമം പ്രോട്ടിയോലൈറ്റിക് ആക്ടിവിറ്റി കാണിക്കുക, മാക്സിമം പ്രവർത്തനം കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് വരുന്നുണ്ട്, പപ്പായിൻ വരുന്നുണ്ട്, കൈമോ പപ്പായിൻ വരുന്നുണ്ട്. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് വരുന്നുണ്ട്, പപ്പായിൻ വരുന്നുണ്ട്, കൈമോ പപ്പായിൻ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്, ഉപയോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബീവറേജസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചീസ് മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, തുണി വ്യവസായത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലെതർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ലെതർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന വ്യവസായം അല്ലേ. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആന്റി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീരാണ് അല്ലെ, ആന്റി എന്ന് പറഞ്ഞാൽ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ.
വിച്ച് എൻസൈം കണ്ടെയ്ൻ ഇൻ പപ്പായ. പപ്പായയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈമിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. പപ്പാവറിൻ, പപ്പായേസ്, പപ്പായിൻ, കാരിക്കെയിൻ. പപ്പായൻ. പപ്പായിൻ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പപ്പായ? ഓപ്ഷൻസ് പറയാം. ലിലിയാസിയെ, ലെഗ്യൂമിനോസെ, കാരിക്കാസിയെ, പപ്പാവറേസിയെ. കാരിക്കാസിയെ. കൈമോപപ്പായൻ ഈസ് എ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് പറയാം. മിന്റ്, പെപ്പർമിന്റ്, പപ്പായ, ലെമൺ ഗ്രാസ് ഓയിൽ. പപ്പായ. പപ്പായ. ഓക്കെ. ഇതിലിപ്പോ പപ്പായയിലാണെങ്കിൽ മെയിൻ ആയിട്ട് അതിന്റെ ഫാമിലി ചോദിക്കാം. പപ്പായയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈം എന്താന്ന് ചോദിക്കാം. പിന്നെ ഏതെങ്കിലും കെമിക്കൽ കോൺസ്റ്റന്റ് വെച്ച് ഇപ്പൊ നമ്മൾ ചോദിച്ചില്ലേ, കൈമോ പപ്പായൻ ഇസ് എ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് കൈമോ പപ്പായ എന്ന് പറയുന്നത്? പപ്പായയാണ് അല്ലെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ പെർഫ്യൂംസ് ആണ്. പെർഫ്യൂംസ് ആണ് നമുക്കറിയാലേ, നമ്മൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത് അല്ലേ. എ ഫ്രാഗ്രന്റ് ലിക്വിഡ്. ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുള്ള അല്ലേ. ഫ്രാഗ്രന്റ് ലിക്വിഡ് ടിപ്പിക്കലി മെയ്ഡ് ഫ്രം എസെൻഷ്യൽ ഓയിൽ. ഓക്കെ. എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് സ്പൈസസ് യൂസ്ഡ് ടു ഗിവ് പ്ലസന്റ് ഓർഡർ ടു വൺസ് ബോഡി. ഓക്കെ. അതായത് നമ്മുടെ ഒന്നിന്റെ വൺസ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്മെൽ ടു വൺസ് ബോഡി. ഏതെങ്കിലും ഒന്നിന്റെ ശരീരത്തിന് അല്ലെ. ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിന് നല്ല സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെർഫ്യൂംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഫ്രാഗ്രന്റ് ലിക്വിഡ് ആണ്, നല്ല സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ആണ്. നമ്മൾ ഇത് എന്തിന്നാണ് എടുക്കുന്നത്? എസെൻഷ്യൽ ഓയിൽസ് എന്നാണ്. അതായത് നമ്മൾ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഓയിൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന നീരിനെ നമ്മൾ എന്തെന്നോ പറയാ? എസെൻഷ്യൽ ഓയിൽ എന്ന് പറയും, വോളറ്റൈൽ ഓയിൽ എന്ന് പറയും, ഓയിൽസ് എന്ന് പറയും അല്ലെ. ഫിക്സ്ഡ് ഓയിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? നമ്മളെ ചെടികളിൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനിമൽസ് നിന്ന്, അല്ലെങ്കിൽ മിനറൽ ഒറിജിൻസ് ഒക്കെ എടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഈ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഫ്രാഗ്രന്റ് ലിക്വിഡ് ആണ്. ഫ്രാഗ്രന്റ് ലിക്വിഡ് നമ്മൾ ഇത് എന്തെന്നൊക്കെ കളക്ട് ചെയ്യുന്നത്? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കളിൽ നിന്ന് അല്ലെ. പൂക്കളിൽ നിന്ന് നമുക്ക് ജാസ്മിന്റെ ഒക്കെ ഇത് കിട്ടുന്നുണ്ട് അല്ലെ. കിട്ടുന്നില്ലേ? സ്പ്രേകളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്തെന്നാണ്? ജാസ്മിന്റെ ഫ്ലവേഴ്സ് എന്നാണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില സ്പൈസസിൽ നിന്ന്, സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധദ്രവ്യങ്ങളാണ് അല്ലെ. സ്പൈസസിൽ നിന്നൊക്കെ നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? ഈ എസെൻഷ്യൽ ഓയിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു നമ്മുടെ ഒരു ബോഡിക്ക് നമ്മൾ സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഫസ്റ്റത്തെ 2 ലൈൻ ക്ലിയർ. പെർഫ്യൂം എന്ന് പറയുന്നത് എന്താ? ഫ്രാഗ്രന്റ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്. ടിപ്പിക്കലി എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്, ഈ ഫ്രാഗ്രന്റ് ലിക്വിഡ് നമ്മൾ സാധാരണമായിട്ട് ഉണ്ടാക്കുന്നത് എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ്. ഓക്കെ. എസെൻഷ്യൽ ഓയിൽ എന്തെന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഫ്ലവേഴ്സിൽ നിന്നും സ്പൈസസിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ടു ഗീവ് എ പ്ലസന്റ് സ്മെൽ ടു വൺസ് ബോഡി. ഒന്നിന്റെ ശരീരത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. The perfume derived from plants are the volatile oils are also called as essential oil. Okay. അതായത് ദ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മെല്ല് തരുന്ന ഒരു ലിക്വിഡ് ആണ് പെർഫ്യൂം എന്ന് പറയുന്നത് അല്ലെ. ദ പെർഫ്യൂം ഡിറൈവ്ഡ് ഫ്രം, ഉദ്ഭവിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് ഈ പെർഫ്യൂം കിട്ടുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? വോളറ്റൈൽ ഓയിൽസ്, അല്ലെങ്കിൽ നമ്മൾ
അല്ലെങ്കിൽ നമ്മൾ വോളട്ടൈൽ ഓയിൽ നമ്മൾ അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത് എസെൻഷ്യൽ ഓയിൽ എന്ന് എസെൻഷ്യൽ വിളിക്കും. ഓയിൽ. ഓക്കെ, പെർഫ്യൂംസ് നമുക്ക് ചെടികളിൽ നിന്നാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ ഇതിനെ നമ്മൾ വോളട്ടൈൽ ഓയിൽ അഥവാ എസെൻഷ്യൽ ഓയിൽ എന്നാണ് വിളിക്കുന്നത്. അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ദ പെർഫ്യൂം ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആർ ദ വോളട്ടൈൽ ഓയിൽസ്. നമുക്ക് പെർഫ്യൂംസ് കിട്ടുന്നത് പ്ലാന്റ്സ് നിന്നാണെങ്കിൽ അതിന് നമ്മൾ വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ഓൾസോ കോൾഡ് ആസ് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ദേ ആർ കളക്റ്റഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഈ വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്പെഷ്യലി ഫ്ലവേഴ്സ്, കൂടുതലായിട്ടും നമ്മൾ കളക്ട് ചെയ്യുന്നത് വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കൂടുതലായിട്ടും കളക്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഫ്ലവേഴ്സിൽ നിന്നാണ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കളിൽ നിന്നാണ് അല്ലേ? ദേ ആർ എക്സ്ട്രാക്റ്റഡ് ബൈ അപ്ലൈയിങ് ദ ടെക്നിക്സ് ലൈക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ഓർ എൻഫ്ലൂറേജ്. പെർഫ്യൂംസ് ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം സർട്ടൈൻ ആനിമൽസ്. ഓക്കെ, അതായത് നമ്മൾ പെർഫ്യൂംസ് നമ്മൾ ചെടികളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? അതാണ് പറയുന്നത് ദ പെർഫ്യൂംസ് ചെടികളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ ഇതിനെ വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്നാണ് പറയുന്നത്. നമ്മൾ ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും നമ്മൾ പൂക്കളിൽ നിന്നാണ് ഈ എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ വിവിധ തരം ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെടികളിൽ നിന്നും വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് വിവിധ തരം ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ഫസ്റ്റത്തെ ടെക്നിക്ക് പറയുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ആവിയൊക്കെ കയറ്റി വിട്ടിട്ട് അതിന്റെ നീര് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് അല്ലേ? അതിനെയാണ് ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആണ്. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ഒരു ദ്രാവകത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന്റെ നീരൊക്കെ എന്തുണ്ടാവും? നീരും സത്തൊക്കെ എന്തുണ്ടാവും? ആ സോൾവെന്റിലേക്ക് ഇറങ്ങും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആ ഉപയോഗിച്ച് സോൾവെന്റിന് ആ സ്മെല്ല് നമുക്ക് കിട്ടും. അതാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എൻഫ്ലൂറേജ് ആണ്. എന്താണ്? എൻഫ്ലൂറേജ്. ഓക്കെ, എൻഫ്ലൂറേജ് എന്ന് നമുക്ക് നോക്കാം. പെർഫ്യൂംസ് ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം സർട്ടൈൻ ആനിമൽസ്. പ്ലാന്റ്സ് എന്ന് മാത്രമല്ല പെർഫ്യൂംസ് എന്തിൽ നിന്നും കൂടി കിട്ടുന്നുണ്ട്? ചില ആനിമൽസ് നിന്നും കൂടി കിട്ടുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഒന്നുകൂടി പറയണോ? പറഞ്ഞുതരാൻ കുഴപ്പമില്ല. ഓക്കെ, ഒന്നും കൂടി ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാട്ടാ, ശ്രദ്ധിച്ചോളാം. ഇതെന്ന് പറയുന്നത് എന്താ? പെർഫ്യൂംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്രന്റ് നല്ല സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ആണ്. നമ്മൾ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഫ്ലവേഴ്സ് എന്നാണ്. ഈ എന്താണ് പറയുന്നത്? ഫ്രാഗ്രന്റ് ലിക്വിഡ് ടിപ്പിക്കലി മെയ്ഡ് ഫ്രം എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് സ്പൈസസ്. മെയിൻ ആയിട്ട് നമ്മളെ ഈ ഫ്രാഗ്രന്റ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഫ്രാഗ്രന്റ് ലിക്വിഡ് ആണ്. മെയ്ഡ് ഫ്രം എസെൻഷ്യൽ ഓയിൽ. ഈ എസെൻഷ്യൽ ഓയിൽ നിന്നാണ് ഈ ഫ്രാഗ്രന്റ് ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഈ ഫ്രാഗ്രന്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ഫ്ലവേഴ്സ്, സ്പൈസസ്.
സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് നല്ല സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ആണ്. ഇത് നമ്മൾ ഉണ്ടാക്കി ഈ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ഈ ലിക്വിഡ് നമ്മൾ ഈ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എസെൻഷ്യൽ ഓയിൽ നിന്നാണ് അല്ലേ? ഈ എസെൻഷ്യൽ ഓയിൽ നമ്മൾ എന്തെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്പൈസസ് നിന്നാണ്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കളിൽ നിന്ന് അല്ലെങ്കിൽ സ്പൈസസിൽ നിന്നാണ്. സ്പൈസസ് എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നാണ് അല്ലേ? ഇത് നമ്മുടെ ബോഡിക്ക് നല്ല സ്മെല്ല്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ല് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് അല്ലേ? പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ദ പെർഫ്യൂം ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ് ആർ ദ വോളട്ടൈൽ ഓയിൽ. ഓക്കെ, നമ്മൾ പെർഫ്യൂംസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സിന്റെ വോളട്ടൈൽ ഓയിൽസ് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെർഫ്യൂംസ് ഉദ്ഭവിച്ചിരിക്കുന്നത് അല്ലേ? പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത് എന്താ? പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സിന്റെ വോളട്ടൈൽ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഈ പെർഫ്യൂംസിനെയാണ്, പ്ലാന്റ്സിൽ നിന്ന് എടുക്കുന്ന ഓയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോളട്ടൈൽ ഓയിൽസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്ലാന്റ്സിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ നമ്മൾ പ്ലാന്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പ്രത്യേകിച്ച് നമ്മൾ ഫ്ലവേഴ്സ് നിന്നാണ് എസെൻഷ്യൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. നമ്മൾ വിവിധതരം പ്രോസസ്സുകൾ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഒന്നിക്കൽ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി ആയിരിക്കാം, അല്ലെങ്കിൽ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ആയിരിക്കാം. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീം എന്ന് പറഞ്ഞാൽ തന്നെ ആവിയൊക്കെ കയറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ? ആവിയൊക്കെ കടത്തിവിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സോൾവെന്റിൽ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ എൻഫ്യൂറേജ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, എൻഫ്യൂറേജ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വഴിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ നമ്മൾ പൂക്കളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ചെടികളിൽ നിന്നായാലും അനിമൽസിൽ നിന്നായാലും ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. പെർഫ്യൂംസ് നമ്മൾ ചെടികളിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ചില അനിമൽസിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? പെർഫ്യൂംസ് കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. എൻഫ്യൂറേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? എൻഫ്യൂറേജ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 3 പ്രോസസ്സാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ പെർഫ്യൂംസിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് പെപ്പർമിന്റ് ആണ്. പെപ്പർമിന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? പെപ്പർമിന്റ് ഇതാണ് പെപ്പർമിന്റ് കേട്ടോ. ഇതിന്റെ മലയാളം നമ്മൾ കർപ്പൂര തുളസി എന്ന് പറയും. കണ്ടിട്ടില്ലേ? നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ? കർപ്പൂര തുളസി എന്ന് പറയും. പെപ്പർമിന്റ് എന്ന് പറഞ്ഞാൽ കർപ്പൂര തുളസിയാണ് കേട്ടോ. നമ്മൾ പെപ്പർ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളകിലേക്ക് പോകൂലേ? ചിലപ്പോ തെറ്റും. പെപ്പർമിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കർപ്പൂര തുളസിയെ കുറിച്ചാണ് പറയുന്നത്. തോന്നുന്നു. ഓക്കെ, പെപ്പർമിന്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർപ്പൂര തുളസിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഓയിലാണ് പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ സിനോണിം പറയുന്നത് ഒളിയം മെന്ത പൈപ്പറിറ്റ എന്നാണ് കേട്ടോ. ഇതിന്റെ സിനോണിം വരുന്നത് എന്താ? ഒളിയം മെന്ത പൈപ്പറിറ്റ. ഒളിയം മെന്ത പൈപ്പറിറ്റ എന്നാണ് ഇതിന്റെ സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് പെപ്പർമിന്റ് ഓയിൽ ഈസ് ദി വോളട്ടൈൽ ഓയിൽ. പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത് എന്താ? ഒരു വോളട്ടൈൽ ഓയിലാണ്. ഒബ്റ്റൈൻഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇത് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് ഈ വോളട്ടൈൽ ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. എന്തിൽ നിന്നാണ്? ഫ്രഷ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ദി പ്ലാന്റ്. ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറിംഗ് ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മുളച്ച് വരുന്ന ഫ്ലവർ അല്ലേ? അതായത് ഇതിലെന്തുണ്ടാവും? ഒരു പൂവുകൾ ഉണ്ടാവും. അപ്പോൾ പൂവിന്റെ ഫ്രഷ് ഫ്ലവറിംഗ് ടോപ്സ് എന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ്? മെന്ത പൈപ്പറിറ്റ എന്ന് പറഞ്ഞ വെറൈറ്റി. ഓക്കെ, മെന്ത പൈപ്പറിറ്റ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റി. അല്ലെങ്കിൽ ഈ മെന്ത പൈപ്പറിറ്റ ലിൻ മാത്രമല്ല, ഈ മെന്തയുടെ തന്നെ വ്യത്യസ്ത തരം സ്പീഷീസിൽ നിന്നും നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നുണ്ട്? വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഇത് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് ലെബിയാറ്റി ആണ് ഫാമിലി വരുന്നത് ഏതാ? ലെബിയാറ്റി. ഒന്നും കൂടി പറയാട്ടോ. പെപ്പർമിന്റ് എന്ന് പറഞ്ഞാൽ പെപ്പർമിന്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കർപ്പൂര തുളസിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഓയിലാണ് പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ സിനോണിം വരുന്നത് ഒളിയം മെന്ത പൈപ്പറിറ്റ ആണ്. എന്താണ്? ഒളിയം മെന്ത പൈപ്പറിറ്റ. ഒളിയം മെന്ത പൈപ്പറിറ്റ ആണ്. ബയോളജിക്കൽ സോഴ്സ് നോക്കൂ കേട്ടോ. പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത് ഒരു വോളട്ടൈൽ ആയിട്ടുള്ള ഓയിലാണ്.
ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് അല്ലേ? എന്തിനാ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുക? നമ്മൾ ഈ മെന്ത പൈപ്പറിറ്റ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിന്ന് അല്ലെങ്കിൽ ഈ മെന്തയുടെ തന്നെ വ്യത്യസ്ത തരം സ്പീഷീസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഫ്ലവറിംഗ് ടോപ്സിന് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും. ഓക്കെ, സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ഏതാണ്? ലെബിയാറ്റി ആണ് ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഒന്നും കൂടി പറയാം. ഇത് കുറച്ച് പെപ്പർമിന്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലിനെയാണ് നമ്മൾ വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. വോളട്ടൈൽ ഓയിൽ നമ്മൾ എങ്ങനെയാ ഏതെന്നാണ് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ മെന്ത പൈപ്പറിറ്റ ലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിന്ന് അല്ലെങ്കിൽ മെന്തയിൽ തന്നെ ഉൾപ്പെടുന്ന വേറെ സ്പീഷീസുകൾ ഉണ്ട് അല്ലേ? വേറെ വെറൈറ്റീസ് ഉണ്ട്. ഈ മെന്തയിൽ ഉൾപ്പെടുന്ന വേറെ വ്യത്യസ്ത തരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്. ഇതിൽ നിന്നും ഇതിന്റെ ഫ്ലവറിംഗ് ടോപ്സ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും. സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഇതിന്റെ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് ലെബിയാറ്റി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിനെ കുറിച്ചുള്ളാണ് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുന്നത്, കളർ എന്ന് പറഞ്ഞാൽ ഈ ഓയിലിന്റെ കളറാണ് പറയുന്നത് കേട്ടാ. നമ്മുടെ പെപ്പർമിന്റ് ഓയിലിന്റെ കളറാണ് പറയുന്നത്. ഒന്നിക്ക ഇത് പെപ്പർമിന്റ് ഓയിൽ എന്ന് പറയുന്നത് ഒന്നിക്കത് കളർലെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ആയിരിക്കാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഓർഡർ മണാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചന്റ് ആണ്, ഒരു കുത്തണ ഒരു ടേസ്റ്റ് ആണ്. കുത്തണ ഒരു ടേസ്റ്റ് ആണെങ്കിലും കൂടി നമുക്കത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുത്തണ ടേസ്റ്റ് ആയി കഴിഞ്ഞാലും ഒരു കൂളിംഗ് സെൻസേഷൻ, നമ്മൾക്ക് വിക്സ് ഒക്കെ ഇത് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതുപോലെ ഒരു വിക്സ് മിഠായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു കൂളിംഗ് സെൻസേഷൻ ഫീൽ ചെയ്തിട്ടില്ലേ? അതുപോലെ ഒരു കൂളിംഗ് സെൻസേഷനും കൂടി ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ നമ്മൾ പെപ്പർമിന്റ് ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്, കളർ ഇല്ല, അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കാം. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. പ്ലസന്റ് ആണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുത്തണ ഒരു ടേസ്റ്റ് ആണുള്ളത്. പിന്നെ എന്തൊരു ഒരു കൂളിംഗ് സെൻസേഷനും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെപ്പർമിന്റ് ഓയിലിന്റെ കെമിക്കൽ കോൺസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. പെപ്പർമിന്റ് ഓയിലിന്റെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കെമിക്കൽ കോൺസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എൽ മെന്തോൾ ഫസ്റ്റത്തെ വരുന്നത് എന്താ? എൽ മെന്തോൾ. പിന്നെ വരുന്നത് മെന്തോൺ, മീഥൈൽ അസറ്റേറ്റ്, എൽ ലിമോണിൻ, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ. ഓക്കെ, കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കാം. എൽ മെന്തോൾ, മെന്തോൺ, മെന്തൈൽ അസറ്റേറ്റ്, എൽ ലിമോണിൻ, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ. വായിക്കാൻ കിട്ടുന്നുണ്ടോ കെമിക്കൽ കോൺസ്റ്റൻസ്? പറയാമോ? എൽ മെന്തോൾ, മെന്തോൺ. എൽ മെന്തോൾ, രണ്ടാമത്തെ വരുന്നത് മെന്തോൺ, മീഥൈൽ അസറ്റേറ്റ്. മെന്തൈൽ അസറ്റേറ്റ് എന്താണ്? മെന്തൈലാണ്. മെന്തൈൽ അസറ്റേറ്റ്. എൽ ലിമോണിൻ, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ. സിനിയോൾ, പൈനീൻ, കാംഫീൻ. ഓക്കെ. എൽ മെന്തോൾ, മെന്തോൺ, മെന്തൈൽ അസറ്റേറ്റ്, എൽ ലിമോണിൻ, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ. ഒരാൾ പറഞ്ഞ കെമിക്കൽ കോൺസ്റ്റൻസ്. എൽ മെന്തോൾ, മെന്തോൺ, മെന്തൈൽ അസറ്റേറ്റ്, എൽ ലിമോണിൻ, ഐസോപുളിഗോൺ, സിനിയോൾ, പൈനീൻ, കാംഫീൻ. ഓക്കെ, ഇതിന്റെ യൂസസ് നോക്കാം നമുക്ക്. നമ്മൾ പറയുന്നത് കാർമിനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്.
സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തേജനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ഇറിറ്റന്റ് ആൻഡ് ഫ്ലേവറിങ് ഏജന്റ്. കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നോക്കാട്ടോ, നമുക്ക് കൗണ്ടർ ഇറിറ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലേവറിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മൈൽഡ് ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നേരിയ തോതിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഒക്കെ ആക്ഷൻ തടയാൻ വേണ്ടി, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിലും ടൂത്ത് പൗഡറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഷേവിംഗ് ക്രീമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടൊബാക്കോ, ബെറ്റൽ നട്ട് ആൻഡ് സിഗരറ്റ്. ഓക്കെ, ബെറ്റൽ നട്ട്, ഓക്കെ ബെറ്റൽ നട്ട്, ടൊബാക്കോ, ബെറ്റൽ നട്ട് ആൻഡ് സിഗരറ്റ്. ബെറ്റൽ നട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അടയ്ക്കല്ലേ, അടയ്ക്കാണ് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. ടൊബാക്കോ, ബെറ്റൽ നട്ട് ആൻഡ് സിഗരറ്റിലൊക്കെ നമ്മൾ ബെറ്റൽ നട്ട്, ടൊബാക്കോ, ബെറ്റൽ നട്ട് ആൻഡ് സിഗരറ്റിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇത് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യൂസസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഡൈജഷന് വേണ്ടി സഹായിക്കുന്നതാണ് അല്ലേ. സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ ഉത്തേജനത്തിന് വേണ്ടി സഹായിക്കുന്നതാണ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കൗണ്ടർ റിട്ടേൺ നമുക്ക് നോക്കാം. ഫ്ലേവറിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നല്ല വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മൈൽഡ് ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നേരിയ തോതിൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, അതിന്റെ ആക്ഷൻ തടയാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിലും ടൂത്ത് പൗഡറിലൊക്കെ നമ്മൾ പെപ്പർമിന്റ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഷേവിംഗ് ക്രീമിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടുബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ടുബാക്കോ എന്ന് പറഞ്ഞാൽ എന്താ, പുകയിലയാണ് അല്ലെ. ടുബാക്കോ എന്ന് പറഞ്ഞാൽ എന്താ, പുകയിലയാണ്. ബെറ്റൽ നട്ട് എന്ന് പറഞ്ഞാൽ ടുബാക്കോ പുകയിലയാണ്. ഇത് വിട്ടുവിട്ടാ കേൾക്കുന്നത്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ലേ? ഇപ്പം ക്ലിയർ ആ, വിട്ടുവിട്ടാ കേൾക്കുന്നത്. ടുബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുകയിലയാണ് അല്ലെ, പുകയില. പുകയില, ടൊബാക്കോ പുകയില. ഓക്കെ, ബെറ്റൽ നട്ട് എന്ന് പറഞ്ഞാൽ അടയ്ക്കാണ്. പിന്നെ സിഗരറ്റിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പെപ്പർമിന്റ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറഞ്ഞാൽ എതിർ പ്രകോപനം. അതായത് നമുക്ക് എന്താ പറയാ, കൗണ്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ അല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് അലർജി പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ തൊലിപ്പുറത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെ. നമുക്കിപ്പോൾ അലർജി ആയാലും ഇപ്പം അങ്ങനെ തന്നെയല്ലേ വരിക. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇറിറ്റേഷൻസ്, ചൊറിച്ചല് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ സ്കിന്നിന്റെ മുകളിൽ, അതിനെയാണ് നമ്മൾ കൗണ്ടർ ഇറിറ്റന്റ് എന്ന് പറയാം കേട്ടോ. പെപ്പർമിന്റ് ഓയിൽ ക്ലിയർ അല്ലേ? ക്ലിയറാ. ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യണോ? സിനോണിം ബയോളജിക്കൽ സോഴ്സ്. വാട്ട് ഈസ് സിനോണിം ഓഫ് പെപ്പർമിന്റ് ഓയിലിന്റെ സിനോണിം എന്താ വരുന്നത്? രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഒളിയമെന്ത പൈപ്പറിറ്റി ആണ് വരുന്നത് അല്ലേ? ഇല്ല, ഒളിയമെന്ത പൈപ്പറിറ്റ, പെപ്പർമിന്റ് ഒന്നെ ഉള്ളൂ. ഫാമിലി വരുന്നത്, പെപ്പർമിന്റ് ഓയിലിന്റെ ഫാമിലി വരുന്നത് Isopolygon is the chemical constant of dash. Isopolygon is the chemical constant of dash. എന്തിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ഐസോപോളിഗോൺ എന്ന് പറയുന്നത്? പെപ്പർമിന്റ് ഓയിലിന്റെ അല്ലെ. പിന്നെ ഒരു യൂസിങ് കൂടി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു സിഗരറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെപ്പർമിന്റ് ഓയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നുണ്ട്, പുകയിലയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താ അടക്കയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിഗരറ്റ്. വോയിസ് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ അല്ല, നോയ്സ് കുറഞ്ഞു വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഇപ്പൊ ക്ലിയർ ആണോ?
ഇപ്പൊ ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ കൺസ്യൂമർ ഇൻ ആ ദ ഇപ്പം പ്രിപ്പറേഷൻ clear. ഓഫ് ചൂയിങ്. പിന്നെ നമ്മൾ ചൂയിങ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാൻഡീസ് എന്ന് പറഞ്ഞാൽ മിഠായികളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജെല്ലീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെർഫ്യൂംസിലും എസെൻസിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പെപ്പർമിന്റ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെപ്പർമിന്റ് ഓയിൽ എന്തിലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ചൂയിങ് ഗം ഒക്കെ ഉണ്ടല്ലോ, ബബിൾ ഗം പോലത്തെ സംഭവങ്ങൾ ചൂയിങ് ഗമ്മിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാൻഡീസ് മിഠായികളിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജെല്ലീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ പെർഫ്യൂംസ് ഓക്കെ, പെർഫ്യൂംസിൽ എസെൻസിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പെപ്പർമിന്റ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? Clear ആ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെമൺ ഓയിൽ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഏതാണ്? ലെമൺ ഓയിൽ ആണ്. ലെമൺ ഓയിൽ നോക്കാം. ലെമൺ ഓയിൽ എന്ന് പറയുന്നത് എന്താ? വോളട്ടൈൽ ഓയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എസെൻഷ്യൽ ഓയിൽ വോളട്ടൈൽ ഓയിലാണ് എന്തെന്ന് പറയുന്നത്? ലെമൺ ഓയിൽ എന്ന് പറയുന്നത്. നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എക്സ്പ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴിയാണ്. എന്ത് മെത്തേഡ് വഴിയാണ്? എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ്. വിത്തൗട്ട് ദ അപ്ലിക്കേഷൻ Expression ഓഫ് method. ഹീറ്റ്. ഓക്കെ, അതായത് ചൂടൊന്നും അപ്ലൈ ചെയ്യാണ്ട് നമ്മൾ എക്സ്പ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ലെമൺ ഓയിൽ നിന്നും വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ലെമണിൽ നിന്നും വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? ലെമണിൽ നിന്നും ലെമൺ ഓയിൽ അല്ലെങ്കിൽ വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നെന്താണ്? വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നില്ല. ഫ്രം ദ ഫ്രഷ് പീല് ഓഫ് ദ റൈപ്പ് ഓർ നിയർലി റൈപ്പ് ഫ്രൂട്ട്സ് ഓഫ് സിട്രസ് ലിമോണീസ്. അതായത് വെറൈറ്റിയുടെ പേരെന്താ? സിട്രസ് ലിമോണീസ് എന്ന് പറഞ്ഞ സിട്രസ് ലിമോണീസ് ഇനത്തിൽപ്പെട്ട ലെമൺ ഇനത്തിൽപ്പെട്ട ചെടിയാണ് അല്ലെ? ലെമൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുനാരങ്ങയാണ് അല്ലെ? ലെമൺ നാരങ്ങ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങയാണ് ലെമൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറുനാരങ്ങയിൽ നിന്നും ചെറുനാരങ്ങയുടെ പീൽ എന്ന് പറഞ്ഞാൽ എന്താ? തോല് അല്ലെ? ഫ്രഷ് ആയിട്ടുള്ളതാ, ചെടി. ഫ്രഷ് ആയിട്ടുള്ള ഓക്കെ, അതായത് പറയുന്നത് ഫ്രഷ് പീൽ ഓഫ് ദ റൈപ്പ് ഓർ നിയർലി റൈപ്പ്. ഓക്കെ, പാകമായ ചെറുനാരങ്ങയുടെ പാകമായതോ അല്ലെങ്കിൽ പാകമാവാറായതോ, നിയർലി റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാകമാകാറായത് അല്ലെ? പാകമാവാറായതോ അല്ലെങ്കിൽ പാകമായതോ ആയ ചെറുനാരങ്ങയുടെ തോലിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ്. നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. വിത്തൗട്ട് അപ്ലിക്കേഷൻ ഓഫ് ദി ഹീറ്റ് അപ്ലൈ ചെയ്യാണ്ട് എക്സ്പ്രഷൻ മെത്തേഡ് വഴി നമ്മൾ പാകമായതോ പാകമാവാത്തതായതോ ആയ ചെറുനാരങ്ങയുടെ ഒരു വെറൈറ്റി പറയുന്നുണ്ട് അല്ലെ? ഏതാണ്? സിട്രസ് ലിമോണിസ് എന്ന് പറഞ്ഞ ചെറുനാരങ്ങയുടെ വെറൈറ്റിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? അതിന്റെ ഇപ്പൊ സിട്രസ് ലിമോണിസിൽ ഉൾപ്പെടുന്ന ഈ സിട്രസ് ലിമോണിസ് എന്നാണ്, ലിമോണിസ് ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? ലെമൺ ഓയിൽ കളക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ പാകമായതോ പാകമാവാറായതോ ആയ ലെമണിൽ നിന്നും അതിന്റെ തോലിൽ നിന്നാണ്, അതിന്റെ പീല് അല്ലെ, തൊലിയിൽ നിന്നാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്? എക്സ്പ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യാണ്ടാണ് നമ്മൾ ലെമൺ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് റുട്ടാസി ആണ്. ഫാമിലി വരുന്നത് എന്താണ്? റുട്ടാസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ലെമൺ ഓയിൽ അതായത് ചെറുനാരങ്ങയുടെ തോല് അല്ലെ? തോലിൽ നിന്ന്. എങ്ങനത്തെ തോലാ? അതായത് ചെറുനാരങ്ങ പാകമായതോ പാകമാവാറായതോ ആയ ചെറുനാരങ്ങയുടെ തോലിൽ നിന്ന് നമ്മൾ എക്സ്പ്രഷൻ മെത്തേഡ് വഴി ഹീറ്റ് ഒന്നും അപ്ലൈ ചെയ്യാണ്ട് എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത്. ഏത് വെറൈറ്റി ചെടിയുടെ പറഞ്ഞത്? സിട്രസ് ലിമോണിസ് എന്ന് പറഞ്ഞ വെറൈറ്റിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫാമിലി വരുന്നത് റുട്ടാസി ആണ് ഇതിന്റെ ഫാമിലി വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഈ ലെമൺ ഓയിലിന്റെ കളറാണ് പറയുന്നത് കേട്ടോ. ലെമൺ ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. ലെമൺ ഓയിലിന്റെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ, മങ്ങിയ മഞ്ഞ നിറം അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആണ് വരുന്നത്. പെയിൽ യെല്ലോ എന്ന് പറഞ്ഞാൽ മങ്ങിയ മഞ്ഞ നിറം അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആണ്. ഒരു മഞ്ഞയല്ല പച്ചയല്ലാത്തൊരു ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആണ് വരുന്നത്. പിന്നെന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? റെമിനിസെന്റ് ഓഫ് ലെമൺ എന്ന് പറഞ്ഞാൽ എന്താ? ലെമൺ ചെറുനാരങ്ങയുടെ സ്മെൽ തന്നെയായിരിക്കും അതിനുണ്ടാവുക അല്ലെ? റെമിനിസെന്റ് എന്ന് പറഞ്ഞാൽ സാമ്യമുണ്ട് എന്നർത്ഥം. റെമിനിസെന്റ് ഓഫ് ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെമണിന്റെ പോലത്തെ സാമ്യമുള്ള സ്മെൽ തന്നെയാണുള്ളത്, അതുപോലത്തെ സ്മെൽ തന്നെയാണുള്ളത്. ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്മെല്ലുണ്ട്. സോളിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസോളിബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കില്ല, ആൽക്കഹോളിൽ ലയിക്കും. ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ ലയിക്കും. ഇൻസോളിബിൾ ഇൻ വാട്ടർ, ഇത് വെള്ളത്തിൽ, ഈ ലെമൺ ഓയിൽ എന്ന് പറയുന്നത് എന്തിൽ ലയിക്കില്ല? ഇൻസോളിബിലിറ്റി ചോദിക്കില്ല കേട്ടാ. സോളിബിലിറ്റി എന്താ പറയുന്നത്? ഇൻസോളിബിൾ ഇൻ വാട്ടറിൽ ലയിക്കില്ല, ആബ്സല്യൂട്ട് ആൽക്കഹോളിൽ ലയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇത് ക്ലിയർ അല്ലേ? ഓർ ലെമൺ ഓയിലിന്റെ കളർ വരുന്നത് പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ആണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, നാരങ്ങയുടെ നമ്മളെ ലെമണിന്റെ സ്മെല്ല് പോലെ തന്നെയാണ് അല്ലേ? പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അരോമാറ്റിക് ടേസ്റ്റ് ആണുള്ളത്. സോലിബിലിറ്റി വേണ്ട നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റുവൻസ് ആണ്. ഈ ലെമൺ ഓയിലുള്ള കെമിക്കൽ കോൺസ്റ്റുവൻസ് ഏതൊക്കെയാണ് വരുന്നത്? ടെർപീൻസ്, ലിമോൺ, സിട്രാൽ, സിട്രോനെല്ലാൾ. ഏതൊക്കെയാണ് വരുന്നത്? ടെർപീൻസ്, ലിമോൺ, സിട്രാൽ, സിട്രോനെല്ലാൾ. ടെർപീൻസ്, ലിമോൺ, സിട്രാൽ, സിട്രോനെല്ലാൾ. സിട്രോനെല്ലാൾ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ടെർപീൻസ്, ലിമോൺ, ടെർപീൻസ്, ലിമോൺ, സിട്രാൽ, സിട്രോനെല്ലാൾ. ഇതിന്റെ യൂസസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം, ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. ഫ്ലേവറിങ് ഏജന്റ് സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫ്യൂംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂമറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന് സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതാണ് പെർഫ്യൂമറി എന്നുള്ളതും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, വേറെ എന്ത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾക്കായാലും വേറെ എന്ത് പ്രൊഡക്റ്റിനായാലും നമ്മൾ മിഠായികൾ അങ്ങനത്തെ സാധനങ്ങൾക്കായാലും ഇപ്പോൾ കേക്കിനായാലും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ സ്മെല്ല് കൊടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുക, പെർഫ്യൂമറി. നല്ല സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ പെർഫ്യൂമറി എന്ന് തന്നെ പറയാം. ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ടെർപീൻലെസ് ലെമൺ ഓയിൽ. ലെമൺ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെർപീൻലെസ് എന്താ, ഈ ടെർപീൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ടെർപീൻ ഇല്ലാത്ത ലെമൺ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ലെമൺ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെർപീൻലെസ് ലെമൺ ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ലെമൺ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് എന്താ പറഞ്ഞാൽ മണത്തിന് വേണ്ടിയിട്ട് പെർഫ്യൂമറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടെർപീൻലെസ് ലെമൺ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെമൺ ഗ്രാസ് ഓയിലാണ്. ലെമൺ ഗ്രാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ലെമൺ ഗ്രാസ്. നമ്മൾ പുൽത്തൈലൊക്കെ ഉണ്ടാക്കില്ലേ, ഇഞ്ചിപ്പുല്ല് എന്നൊക്കെ പറയും. ഇഞ്ചിപ്പുല്ല്. ഇതാണ് നമ്മൾ ലെമൺ ഗ്രാസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഓയിൽ കളക്ട് ചെയ്യും. കണ്ടില്ലേ ലെമൺ ഗ്രാസ്? കണ്ടില്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പുൽത്തൈലം അല്ലേ? പുൽത്തൈലം എന്ന് പറയത്തില്ല അതല്ലേ? നമ്മൾ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണിത്. ഇഞ്ചിപ്പുല്ല് എന്ന് നമ്മൾ ഇതിന്റെ പുല്ല് ചെടീനെ നമ്മൾ ഇഞ്ചിപ്പുല്ല് എന്ന് പറയും. പുൽത്തൈലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ലെമൺ ഗ്രാസ് ഓയിൽ നോക്കാം. ഇതിന്റെ സിനോണിം വരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ. സിനോണിം വരുന്നത് എന്താ? ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് ഇതിന്റെ സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ദ ലെമൺ ഗ്രാസ് ഓയിൽ ഈസ് എ വോളട്ടൈൽ ഓയിൽ. ഓക്കെ, ഇതിന്റെ സിനോണിം കിട്ടിയില്ലേ? ലെമൺ ഗ്രാസ് ഓയിലിന്റെ സിനോണിം വരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് വരുന്നത്. എന്താണ്? ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് ഇതിന്റെ സിനോണിം വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ദ ലെമൺ ഗ്രാസ് ഓയിൽ ഈസ് എ വോളട്ടൈൽ ഓയിൽ. ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് അല്ലേ? നമുക്ക് ചെടികളിൽ നിന്നൊക്കെ കിട്ടുന്നതിന് നമ്മൾ വോളട്ടൈൽ ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്നത് വോളട്ടൈൽ ഓയിലാണ്. നമുക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ്. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവി കൊടുക്കുക അല്ലേ? സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവി കയറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലേ? സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഏരിയൽ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഓക്കെ, അതിന്റെ ലീവ്സ് നിന്നും അതിന്റെ അനുബന്ധ ഭാഗങ്ങളിൽ നിന്നും. ഓക്കെ, ലീവ്സ് അതിന്റെ ഇല തന്നെ മെയിനായിട്ട്. അതിന്റെ നമ്മുടെ ഈ ലെമൺ ഗ്രാസിന് മെയിനായിട്ട് എന്താ കാണപ്പെടുന്നത്? ഇല തന്നെയാണ് കാണപ്പെടുന്നത് അല്ലേ? ഈ ഇലേനെ എന്ത് ചെയ്യും നമ്മൾ? ഇലയും ഇലയോടനുബന്ധ ഭാഗങ്ങൾക്കും നമ്മൾ എന്ത് കൊടുക്കും? സ്റ്റീം കൊടുക്കും. സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും. ഇലേനെയും ബാക്കിയുള്ള അതിന്റെ അനുബന്ധ ഭാഗങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും. ഓക്കെ, ഏത് വെറൈറ്റിയിൽ പെട്ട ചെടികളൊക്കെ നമ്മൾ ചെയ്യുന്നത്? സിംബോബോഗൻ ഫ്ലക്സ്, സിംബോബോഗൻ സിട്രേറ്റ്. ഓക്കെ, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സിംബോബോഗൻ ഫ്ലക്സ്. ഞാൻ സ്പെല്ലിംഗ് കാണിച്ചു തരാം.
ഇതാണ് ഫസ്റ്റത്തെ സിംബോപോഗൻ ഫ്ലക്സ്വസസിന്റെ സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്നില്ലേ, ഞാൻ സെർച്ചിൽ കൊടുത്തു വെക്കുന്നത് സിംബോപോഗൻ ഫ്ലക്സ്വസസ്. ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി കേട്ടോ, സിംബോപോഗൻ ഫ്ലക്സ്വസസ്. കിട്ടിയില്ലേ? സിംബോപോഗൻ ഫ്ലക്സ്വസസ് കിട്ടിയില്ലേ? ഫ്ലക്സ്വസസ് കിട്ടിയില്ലേ? സ്പെല്ലിംഗ് കിട്ടിയില്ലേ? സിംബോപോഗൻ ഫ്ലക്സ്വസസ്. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് സിംബോപോഗൻ ഫ്ലക്സ്വസസ്, സിംബോപോഗൻ സിട്രേറ്റ്സ്. രണ്ടാമത്തെ വരുന്നത് സിംബോപോഗൻ സിട്രേറ്റ്സ് ആണ്. രണ്ടെണ്ണം ഉണ്ടല്ലേ? രണ്ട് വെറൈറ്റി വരുന്നുണ്ട്. സിംബോപോഗൻ സിട്രേറ്റ്സ്. സിംബോപോഗൻ ഫ്ലക്സ്വസസ്, സിംബോപോഗൻ സിട്രേറ്റ്സ്. സിട്രേറ്റ്സ് ആണ് സാധാരണ ഇതുള്ളത്. സിട്രേറ്റ്സിന്റെ സ്പെല്ലിങ് ES ഇട്ടാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. സിട്രേറ്റ്സ് ES ഇട്ടാലും കറക്റ്റ് തന്നെയാണ് പറയുമ്പോൾ. അത് ടെക്സ്റ്റിലൊക്കെ സിട്രേറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, സിംബോപോഗൻ ഫ്ലക്സ്വസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ്. ഓക്കെ, സിട്രേറ്റ്സ്, സിംബോപോഗൻ ഫ്ലക്സ്വസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ്. സിട്രേറ്റ്സ്. ഓക്കെ, ഇതാണ് സ്പെല്ലിങ്. ഇത് രണ്ട് എഴുതിയാലും U എഴുതിയാലും E എഴുതിയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് ആ പുല്ല് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ അതിന്റെ ലീഫിന്റെയും ഏരിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ ലീഫിന്റെ താഴെ വരുന്ന ഭാഗങ്ങൾ അല്ലേ. ഏരിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? അതിന്റെ അനുബന്ധ ഭാഗങ്ങളിൽ നിന്നും അല്ലേ, ലീഫിന്റെയും ലീഫിനോട് അനുബന്ധ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ അതിന് എന്ത് ചെയ്യും? സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് ചെയ്യുന്നത് അല്ലേ. രണ്ട് വെറൈറ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാ പറഞ്ഞത്? സിംബോപോഗൻ ഫ്ലക്സ്വസസും പറഞ്ഞു, സിംബോപോഗൻ സിട്രേറ്റ്സ് പറഞ്ഞു അല്ലേ. സിട്രേറ്റ്സ്, അങ്ങനെ രണ്ട് വെറൈറ്റിയിൽ നിന്ന് നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെമൺ ഗ്രാസ് ഓയിൽ കളക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഫാമിലി ഏതാ വരുന്നത്? ഗ്രാമിനെ. ഫാമിലി ഏതാ വരുന്നത്? ഗ്രാമിനെയാണ് വരുന്നത്. ലെമൺ ഗ്രാസ് ഓയിൽ ഒന്നും കൂടി നോക്കാം. ലെമൺ ഗ്രാസ് ഓയിലിന്റെ സിനോണിം വരുന്നത് ഈസ്റ്റ് ഇന്ത്യൻ ലെമൺ ഗ്രാസ് ഓയിൽ എന്നാണ് സിനോണിം വരുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയുന്ന ഒരു വോളട്ടൈൽ ഓയിലാണ്. നമ്മൾ എന്താണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്നൊരു പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഇതിന്ന് വോളട്ടൈൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ഈ ലെമൺ ഗ്രാസിന്റെ ലീവ്സിൽ നിന്നോ അതിന്റെ അനുബന്ധ ഭാഗങ്ങളിൽ നിന്നോ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഏതൊക്കെ വെറൈറ്റി ആണ് വെച്ചാൽ സിംബോപോഗൻ ഫ്ലക്സ്വസസ് ആൻഡ് സിംബോപോഗൻ സിട്രേറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി ചെടികളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെറൈറ്റി ചെടികളുടെ ഇലയിൽ നിന്നും ഇലയുടെ അനുബന്ധ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വോളട്ടൈൽ ഓയിൽ കളക്ട് ചെയ്യുന്നത് അല്ലേ. ഇതിന്റെ ഫാമിലി വരുന്നത് ഏതാണ്? ഗ്രാമിനെയാണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഗ്രാമിനെ കിട്ടിയില്ലേ? ഫാമിലി കിട്ടിയില്ലേ? ഗ്രാമിനെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ലെമൺ ഗ്രാസ് ഓയിലിന്റെ കളറൊക്കെയാണ് പറയുന്നത്. കളർ എങ്ങനെയാണ്, ഓർഡർ എങ്ങനെയാണ്, ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ലിക്വിഡ് ആണ്. ഒരു മഞ്ഞ കലർന്നൊരു ചെറുതായിട്ടുള്ള ഒരു കാപ്പി കളറോട് കൂടിയ മഞ്ഞ നിറമാണ് വരുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? യെല്ലോയിഷ് ബ്രൗൺ കളറാണ്, മഞ്ഞ കലർന്നൊരു കാപ്പി നിറമാണ് വരുന്നത്. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലെമൺ ഓയിലിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ സ്മെല്ല് വരുന്നത്. പിന്നെന്താണ്? ടേസ്റ്റും ലെമൺ ഓയിലിന്റെ പോലെ തന്നെയാണ് വരുന്നത്. മണമായാലും ടേസ്റ്റ് ആയാലും എന്താ വരുന്നത്? ലെമൺ ഓയിലിന്റെ പോലെയാണ് വരുന്നത്. സോലുബിലിറ്റി പഠിക്കേണ്ട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ് പറയുന്നത്. ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പെർഫ്യൂമറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കിയേ. കളർ എന്ന് പറയുന്നത് എന്താ? യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ഓയിലിന്റെ പോലെ തന്നെയാണ്. ടേസ്റ്റ് ആയാലും ലെമൺ ഓയിലിന്റെ പോലെ തന്നെയാണ്. സോലുബിലിറ്റി നമുക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പെർഫ്യൂമറി എന്താണ്? പെർഫ്യൂംസ് അല്ലേ, അത് സ്മെല്ലിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിൽ ഏതെങ്കിലും പോർഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, നമ്മുടെ 19ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 20 നാളെ എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. Thank you, ma'am.